മലയാളി തന്നിൽ ആഞ്ഞടിക്കുന്ന തിരമാലകൾ ശാന്തമാകൂ. അതിവേഗമെത്തുന്ന കൊടുങ്കാറ്റു പോലും അമർന്നു പോകുന്ന ശബ്ദം. പാപിയായ മനുജനു വേണ്ടി പറുദീസ തുറന്നതാ ശബ്ദം. ആൽവരിയിൽ നിന്നും മുഴങ്ങിയ മുഴകളാൽ സ്നേഹസ്വരൂപന്റെ ശബ്ദം. ദേശമെങ്ങും സ്നേഹവും ശാന്തിയും ഏകുന്ന നാഥന്റെ നാദം. ലോകമെങ്ങും മാനവരക്ഷയ്ക്ക് മുഴങ്ങിയ കാൽവരിനാദം. കാൽവരിനാദം. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കാൽവരിനാഥം മിനിസ്ട്രിയുടെ പാടി സ്തുതിക്കാമെന്ന സൂം പ്രോഗ്രാമിന്റെ 106-ാമത്തെ എപ്പിസോഡിലേക്ക് ഇന്ന് ഈ വൈകുന്നേര സമയം നാം കടന്നു വന്നിരിക്കുകയാണ്. വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ ഇന്ന് രാത്രിയിലും അനുഗ്രഹീതമായ ജീവിത സാക്ഷ്യങ്ങളും ഗാനങ്ങളും അതിന്റെ എഴുതുവാനുണ്ടായ സാഹചര്യങ്ങളും അതിലൂടെ നാം കടന്നു പോവുകയാണ്. ഇന്ന് രാത്രി പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ വലിയവനായ ദൈവം ഒരു ജീവിത സാക്ഷ്യത്തിലൂടെ നമ്മോട് സംസാരിക്കേണ്ടതിന് നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ആയിരിക്കാം. കണ്ണുകളടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹീതമായ രാത്രിക്കായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഒരിക്കൽ കൂടെ കർത്താവിന്റെ സന്നിധിയിൽ അവിടുന്ന് ഞങ്ങൾക്ക് നൽകി തന്ന ജീവിത അനുഭവങ്ങളുമായി കടന്നു വരുവാൻ ദൈവം പ്രസാദിച്ചതോർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഇന്ന് രാത്രി ഞങ്ങളോടൊപ്പം ആയിരിക്കുന്ന എല്ലാ സഹോദരന്മാരെയും സഹോദരിമാരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവെ, ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ഉത്തരവാദിത്വം ഇന്ന് രാത്രിയിൽ ഏറ്റവും ഭംഗിയായിട്ട് ചെയ്ത് ദൈവനാമ മഹത്വത്തിന് നിദാനമായി തീരുവാൻ സ്വർഗം പ്രസാദിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കാലാവസ്ഥ ഞങ്ങൾക്ക് അനുകൂലമാക്കി നൽകണം. ശബ്ദവും വെളിച്ചവും ഇന്റർനെറ്റും ഞങ്ങൾക്ക് അനുകൂലമാക്കി നൽകണമേ. ഒരു തടസ്സങ്ങളും കൂടാതെ സ്വർഗത്തിലെ ദൈവം തന്റെ കൃപ ഞങ്ങളോടുകൂടെ പകരുമാറാകണം. പ്രാർത്ഥനയോടെ ആയിരിക്കട്ടെ. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ ഓർപ്പിച്ചതുപോലെ 106-ാമത്തെ എപ്പിസോഡാണ് കാൽവരിനാഥം മിനിസ്ട്രിയോടുള്ള ബന്ധത്തിൽ, പ്രത്യേകിച്ചും പാടി സ്തുതിക്കാമെന്ന ജീവിത സാക്ഷ്യ പ്രോഗ്രാമിനോടുള്ള ബന്ധത്തിൽ ഇന്ന് രാത്രി നമുക്ക് പങ്കെടുക്കുവാൻ കഴിയുന്നത്. 105 എപ്പിസോഡുകളിൽ അനേക ജീവിത സാക്ഷ്യവുമായിട്ട് നമുക്ക് മുമ്പോട്ട് പോകാനിടയായി. അനേക ജീവിത അനുഭവങ്ങളിലൂടെ നാം ദൈവത്തെ മഹത്വപ്പെടുത്തി. അനേകരും ഇന്നും ആ ദൈവദാസന്മാരെ, സഹോദരിമാരെ, കുഞ്ഞുങ്ങളെ പ്രാർത്ഥനയിൽ ഓർക്കുന്നുണ്ട്. അതോർത്ത് ഞാനും ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രിയിൽ കർത്താവിന്റെ ദാസൻ ഇവാഞ്ചലിസ്റ്റ് എസ് സഞ്ജീവി എറണാകുളം നമ്മോടുകൂടെയുണ്ട്. വളരെ ശുശ്രൂഷകൾ കർത്താവിന് വേണ്ടി ചെയ്യുന്ന ഒരു ദൈവദാസനാണ് കർത്താവിന്റെ ദാസൻ. വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അദ്ദേഹവുമായിട്ട് നല്ല ഒരു ആത്മീയ ബന്ധത്തിൽ തുടരുവാനും കർത്താവിന്റെ വേല പല സ്ഥലത്ത് ഒരുമിച്ച് നിൽക്കുവാനും ചെയ്യുവാനും എനിക്കുമിടയായി. അതോർത്ത് ദൈവത്തെ സ്തുതിക്കും. ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും അനേക ശുശ്രൂഷകൾ കർത്താവിന് വേണ്ടി ചെയ്യുന്ന ഒരു ദൈവദാസനാണ്. മാത്രവുമല്ല, ഏകദേശം 42 വർഷമായി കർത്താവിന്റെ വേലയിൽ സജീവമായി കേരളത്തിന്റെ അനേക സ്ഥലങ്ങളിൽ, ഇന്ത്യയുടെ പല പ്രദേശങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദൈവദാസൻ. മാത്രവുമല്ല, ക്രൈസ്തവ സാഹിത്യ മേഖലയിൽ വളരെ സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദൈവദാസനാണ്. BSBS എന്ന സാഹിത്യ സമിതി പ്രോഗ്രാമിന്റെ കോർഡിനേറ്ററായി പ്രവർത്തിക്കുന്ന ഒരു കർത്താവിന്റെ ദാസനാണ്. 2 ഗ്രന്ഥങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. ഈ കാര്യങ്ങളെല്ലാം കർത്താവിന്റെ ദാസൻ തന്റെ സാക്ഷ്യത്തിൽ നമ്മോട് പറയും. ഏകദേശം 28 ഗാനങ്ങൾ അദ്ദേഹം ക്രൈസ്തവ കൈരളിക്ക് രചിച്ച് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ദൈവവചനം പഠിപ്പിക്കുവാനും അനേക സ്ഥലങ്ങളിൽ കർത്താവിന്റെ വേലയോട് ബന്ധത്തിലായിരിക്കാനും പലവിധമായ ഓൺലൈൻ മീറ്റിങ്ങുകൾ, സാന്ത്വനം മിനിസ്ട്രി പോലെയുള്ള പല ഓൺലൈൻ പ്രോഗ്രാമുകളിലും അതിലൂടെയും ദൈവനാമം മഹത്വപ്പെടുവാനും കർത്താവിന്റെ ദാസനെ ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അതോർത്ത് ഞാനും ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രിയിൽ കർത്താവിന്റെ ദാസനെ നമ്മോടൊപ്പം ലഭിച്ചതോർത്ത് ഞാനും ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടെ കർത്താവിന്റെ ദാസനെ കാൽവരിനാഥം മിനിസ്ട്രിയുടെ പാടി സ്തുതിക്കാമെന്ന ജീവിത സാക്ഷ്യ പ്രോഗ്രാമിൽ പ്രാർത്ഥനയോടുകൂടെ ഹാർദവമായി സ്വാഗതം ചെയ്തു. അതുപോലെ തന്നെ ഇന്ന് കർത്താവിന്റെ ദാസൻ രചിച്ച ചില ഗാനങ്ങൾ നാം കേൾക്കും. അത് ആലപിക്കുന്ന പ്രിയ സഹോദരിമാരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ അസ്നസ് കണ്ണൻ നായർ ദുബായ്, അതുപോലെ തന്നെ പ്രിയ സഹോദരി ബ്ലെസി യോഹന്നാൻ എറണാകുളം, അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട എൽസ എൽവിൻ ബിലായ്, ഈ പ്രിയ സഹോദരികൾ, ഈ കുഞ്ഞുങ്ങളെയും സഹോദരിമാരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളിൽ നിന്നും വളരെ അനുഗ്രഹീതമായ ഗാനങ്ങൾ കേട്ട് ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഇന്ന് രാത്രിയിൽ ദൈവം കൃപ നൽകട്ടെ. പ്രിയ സഹോദരിമാരെയും എല്ലാ പ്രാർത്ഥനയോടും സ്നേഹത്തോടും കൂടെ
ഇന്ന് രാത്രിയിലത്തെ പ്രോഗ്രാമിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പ്രോഗ്രാമിലേക്ക് നാം കടക്കുമ്പോൾ കർത്താവിന്റെ ദാസന്റെ ജീവിത അനുഭവങ്ങളാണ് നാം കേൾക്കാനായിട്ട് പോകുന്നത്. ആ ജീവിത അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ താൻ രചിച്ച ചില ഗാനങ്ങൾ നമുക്ക് കേൾക്കുവാനായിട്ട് ഇടയാകും. എല്ലാ ബഹുമാനത്തോടും കൂടെ കർത്താവിന്റെ ദാസനെ ഇനിയുള്ള അല്പസമയം തന്റെ ജീവിത സാക്ഷ്യങ്ങളിലൂടെയും രചിച്ച ഗാനങ്ങളിലൂടെയും ആ പുസ്തകരചനയെക്കുറിച്ചും താൻ പ്രവർത്തിക്കുന്ന മേഖലകളെക്കുറിച്ചും തന്റെ ഗാനങ്ങൾ എഴുതുവാനുണ്ടായ സാഹചര്യങ്ങളെക്കുറിച്ചും വിവരിക്കുന്നതിന് വേണ്ടിയും അതുപോലെ തന്നെ ഇന്ന് രാത്രി നമുക്ക് ആവശ്യമായ വചനം കർത്താവ് തനിക്ക് നൽകിയത് കേൾക്കുവാൻ എല്ലാ ബഹുമാനത്തോടും കർത്താവിന്റെ ദാസനെ പ്രാർത്ഥനയോടെ ഈ സമയം എടുക്കുവാനായിട്ട് ക്ഷണിച്ചുകൊള്ളു. കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും വന്ദനം അറിയിക്കുന്നു. ഈ നിലയിൽ നിങ്ങളോടൊപ്പം ആയിരിക്കുവാൻ കർത്താവ് ഒരു അവസരം കൂടെ നൽകിയതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു ഓൺലൈനിലൂടെ ഇതുപോലെ ഒരു സാക്ഷ്യം പറയുവാൻ അല്ലെങ്കിൽ ജീവിത സാക്ഷ്യം വെളിപ്പെടുത്തുവാൻ ആദ്യമായിട്ടാണ് അവസരമുണ്ടായത്. മാത്രമല്ല ഇതുപോലുള്ള ഓൺലൈൻ ശുശ്രൂഷകൾ നയിക്കുന്നവരാണ് ഞങ്ങൾ. അതുകൊണ്ട് അതിന്റെ പ്രായോഗികമായ ബുദ്ധിമുട്ടും പണിയും അതിന്റെ റിസ്ക്കും ഒക്കെ ഞങ്ങൾക്കറിയാം. ഈ ശുശ്രൂഷയിലേക്ക് ഈ നിലയിൽ ക്ഷണിച്ച പ്രിയപ്പെട്ടവരോടുള്ള നന്ദിയും ആദ്യം തന്നെ അറിയിക്കട്ടെ. ഇന്ന് എൻ്റെ ജീവിത സാക്ഷ്യത്തിലേക്ക് കടക്കുമ്പോൾ ദീർഘമായ മണിക്കൂറുകളിലൂടെ ഒരു പക്ഷേ പോകേണ്ടതായിട്ട് വരുമായിരുന്നു. എന്നാൽ അതിന് നമുക്ക് സമയം ലഭ്യമല്ല. എൻ്റെ സാക്ഷ്യം ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ ചില ഗ്രന്ഥങ്ങൾ എഴുതുവാനും ചില പാട്ടുകൾ രചിക്കുവാനും ഒക്കെ അവസരം എനിക്ക് കർത്താവ് തന്നിട്ടുണ്ട് എന്ന് അറിയാവുന്ന സന്തോഷ് ആ പാട്ടുകൾ കൂടെ പാടിക്കണം എന്ന നിർബന്ധം പിടിച്ചു. തീർച്ചയായും അത് സന്തോഷകരമായ അനുഭവമാണ്. അതുകൊണ്ട് തന്നെ സാക്ഷ്യവാചകങ്ങൾ അല്പം ഒന്ന് ബ്രീഫ് ചെയ്ത് ആ പാട്ടുകൾ പാടിക്കുവാനും കർത്താവദാസൻ ആവശ്യപ്പെട്ടതുപോലെ ഒരു ചെറിയ സന്ദേശം നൽകുവാനും എനിക്ക് സന്തോഷമുണ്ട്. ഞാൻ എൻ്റെ സാക്ഷ്യവാചകങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് ഇന്ന് സാധാരണയിൽ കവിഞ്ഞ് അല്ലെങ്കിൽ വ്യത്യസ്തമായ ഒരു നിലയിലൂടെ പോകേണ്ടതായിട്ടുണ്ട്. കാരണം എൻ്റെ വാത്സല്യ സഹോദരി ബ്ലെസ്സിക്കും കുഞ്ഞുങ്ങൾക്കും അവരുടെ ചർച്ചിലെ ഒരു മീറ്റിങ്ങിന് ഇന്ന് പോകേണ്ടതുണ്ട്. ഈ ശുശ്രൂഷയ്ക്ക് ശേഷം യാത്ര ചെയ്ത് മറ്റു സ്ഥലത്ത് എത്തേണ്ടതുകൊണ്ട് ആ പ്രിയ മകളെ പറഞ്ഞു വിടേണ്ടതുകൊണ്ട് ആദ്യം ഒരു ഗാനം തന്നെ കേൾക്കാം. ആ ഗാനം രണ്ടാമത് പാടിക്കാം എന്നാണ് ഓർത്തിരുന്നത്. എന്നാൽ ആ ഗാനത്തോടു കൂടെ നമ്മുടെ ഇന്നത്തെ ഈ ശുശ്രൂഷ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ഈ ഗാനം ഞാൻ അവതരിപ്പിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത്. ആദ്യമായിട്ട് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്ന ഗാനം കാലുകൾ ഇടറുന്നു നാഥ എന്ന ടൈറ്റിലുള്ളൊരു പാട്ടാണ്. വാസ്തവത്തിൽ ഈ ഗാനത്തിന്റെ പശ്ചാത്തലം അത് പറയണം, ഗാനങ്ങളുടെ പശ്ചാത്തലം വ്യക്തമായി പറയണം എന്ന് പ്രിയ സോഹൻ സന്തോഷ് ആവശ്യപ്പെട്ടിരുന്നു. ഈ പാട്ടിനെ കുറിച്ച് പറയുമ്പോൾ ഒരു പക്ഷെ ഞാൻ തന്നെ ഗദ്യകണ്ഠനായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഈ പാട്ടിന്റെ പശ്ചാത്തലം വളരെ ചുരുക്കി ഞാൻ പറയാം. ഞങ്ങളുടെ സ്ഥലം സഭാംഗമായ ഞങ്ങളൊക്കെ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു സഹോദരി നാളുകളായി രോഗാവസ്ഥയിൽ കഴിയുകയാണ്. എങ്കിലും കഴിയുന്നത്ര ഞായറാഴ്ചത്തെ സഭായോഗങ്ങളെങ്കിലും ഒഴിവാക്കാതെ ആ യോഗങ്ങൾ മുടക്കാൻ താല്പര്യമില്ലാത്ത ഒരു വ്യക്തി. എന്നാൽ കുറെ നാളുകളായിട്ട് രോഗങ്ങളിലൂടെ മുമ്പോട്ട് പോകുന്നു. ഒരു ഞായറാഴ്ച സഭായോഗത്തിന് വന്നില്ല. വേണ്ടത്ര ക്ഷേമമില്ലാത്തത് കൊണ്ടാണ് വരാത്തത് എന്ന് പ്രിയപ്പെട്ടവരിൽ നിന്നും ഞങ്ങൾ അറിഞ്ഞു. ഉച്ച കഴിഞ്ഞ് ഞാനും എൻ്റെ ഭാര്യയുമായിട്ട് ആ പ്രിയപ്പെട്ടവരെ സന്ദർശിച്ചു. ആ വീട്ടിലെ പിതാവും മാതാവും ഒക്കെ രോഗികളാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നു. ഞാൻ പിതാവ് വർഷങ്ങളായിട്ട് കിടക്കയിലാണ്. ആ പിതാവുമായിട്ട് ഞാൻ സംസാരിക്കുമ്പോൾ എൻ്റെ ഭാര്യയും ഈ പ്രിയ മകളുമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നു.
ഉണ്ടായ സംഭവം, ആ വീട്ടിലെ പ്രിയപ്പെട്ടവർ അന്ന് സഭായോഗത്തിന് പുറപ്പെട്ടു കഴിഞ്ഞപ്പോൾ വളരെ അത്യാവശ്യമായിട്ട് എന്തോ ആവശ്യത്തിനായിട്ട് പ്രിയ വത്സലി സഹോദരിക്ക് പുറത്തിറങ്ങേണ്ടതായിട്ട് വന്നു. കാൽ തെറ്റി വീണു. ചെറിയ മഴയുള്ള സമയമാണ്. ടൈല് പതിച്ചിട്ടുണ്ട്, എഴുന്നേൽക്കാൻ കഴിയുന്നില്ല. ഒരു വിധത്തിൽ നിരങ്ങി മണ്ണ് ഉള്ള ഭാഗം വരെ, മണലുള്ള ഭാഗം വരെ ഇഴഞ്ഞു ചെന്ന് അവിടെ നിന്ന് കൈകുത്തി ഒരു വിധത്തിൽ എഴുന്നേറ്റ് മറ്റ് ആളുകളുടെ സഹായമില്ലാതെ തന്നെ വീടിനകത്തെത്തി. നാളുകളായി സുഖമില്ലാതെ ഇരിക്കുന്ന ആളാണ്. ആ വീഴ്ച കൂടുതൽ മാനസികമായ ഒരു ആഘാതം കൂടെ ഏൽപ്പിച്ചു. ഈ വിഷയം ഞാൻ അറിയുന്നില്ല. എൻ്റെ ഭാര്യയുമായുള്ള സംഭാഷണ മധ്യേ ഈ വിഷയം പറഞ്ഞു. കാരണം നടക്കാനായിട്ട് ബുദ്ധിമുട്ട് ഉണ്ടായി. സംസാര മധ്യേ ഇങ്ങനെ പറഞ്ഞു, ആന്റി മടുത്തു, എന്റെ കർത്താവ് വന്നിരുന്നെങ്കിൽ മതിയായിരുന്നു എന്ന് എൻ്റെ ഭാര്യയോട് പറഞ്ഞതായിട്ട് ഞങ്ങൾ തിരികെ പോരുമ്പോൾ എന്നോട് സൂചിപ്പിച്ചു. ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. രാത്രിയിൽ കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ പതിവ് പോലെയുള്ള എൻ്റെ വചനധ്യാനത്തിനായിട്ട് ഇരുന്നപ്പോൾ ഈ പ്രിയ സഹോദരിയുടെ മുഖവും പ്രിയപ്പെട്ടവൾ പറഞ്ഞതായ വാചകവും എൻ്റെ ഹൃദയത്തിലേക്ക് വന്നു. എൻ്റെ കണ്ണുകൾ ഈറനണിഞ്ഞു. എനിക്ക് മുമ്പോട്ട് ധ്യാനത്തിനായിട്ട് ഇരിക്കാൻ കഴിയാത്തൊരു സ്ഥിതിയാണ് ഉണ്ടായത്. പ്രിയപ്പെട്ട സഹോദരിക്കായിട്ട് ഒരു നിമിഷം പ്രാർത്ഥിച്ചു. അതിനുശേഷം പിന്നെയും വചനധ്യാനത്തിൽ ഇരുന്നപ്പോൾ എനിക്ക് അതിന് കഴിയുന്നില്ല. പെട്ടെന്ന് എൻ്റെ ഹൃദയത്തിലേക്ക് വന്ന ഈരടികൾ ഞാൻ ഉടനെ തന്നെ കുറിച്ചെടുത്തു. അത് പ്രിയ സഹോദരിയുടെ വാക്കുകൾ ആണ് അതിന് സ്വാധീനമായത്. അതിന്റെ ഒരു സ്റ്റാൻസ് ഇങ്ങനെയാണ്: കാന്തനാം അങ്ങേ നേരിൽ കണ്ടിടുമ്പോൾ തീർന്നിടും അന്നെന്റെ വേദനകൾ, ഇമ്പമുള്ള വീട്ടിൽ പാർത്തിടുവാൻ വെമ്പിടുന്നേ പ്രിയ വന്നിടണേ, കാലുകൾ ഇടറുന്നു നാഥ, കൺകൾ നിറയുന്നു ദേവ. ഞാൻ ഈ പാട്ട് എഴുതി ചെറിയൊരു ട്യൂൺ കൊടുത്ത് ഞാൻ തന്നെ പാടി ആ പ്രിയ മകൾക്ക് അയച്ചു കൊടുത്തു. അതിനുശേഷം പ്രിയ വാത്സല്യ ബ്ലസ്സി ഈ ഗാനം ഒരു പ്രതിഫലവും വാങ്ങാതെ തന്നെ പാടാനായിട്ട് ഏറ്റെടുത്തു. പ്രിയമകളാണ് അത് പാടിയത്. ഞാനാണ് ട്യൂൺ ചെയ്തതെങ്കിലും അല്പം കൂടെ മോഡിഫൈ ചെയ്ത് വളരെ വൃത്തിയായിട്ട് പ്രിയമകൾ അത് പാടി. പ്രിയപ്പെട്ട സഹോദരി ബ്ലസ്സിയാണ് അത് പാടുന്നത്. ഒരു വാക്കുകൂടെ ഞാൻ നിങ്ങളോട് പറയട്ടെ. ബ്ലസ്സി നല്ലൊരു അനുഗ്രഹീതയായ ഒരു ഗായികയാണ്. വലിയ ജീവിത പ്രതിസന്ധിയിലൂടെയൊക്കെ മുമ്പോട്ട് പോകുന്ന ആളാണ്. ഒരു ഗായികയാണ് എന്നതിനേക്കാൾ ഉപരി നല്ല ഒരു കമ്പോസറാണ്. അനേക പാട്ടുകൾ പല പ്രിയപ്പെട്ടവർക്കായിട്ട് കമ്പോസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവളെ നിങ്ങൾ ഉപയോഗിക്കണം. ഞാൻ നീട്ടുന്നില്ല. പ്രിയ മകൾ നമുക്ക് വേണ്ടി ഇന്ന് ആ ഗാനം ആലപിക്കും. നമുക്ക് മഹത്വം ഉണ്ടാവട്ടെ. കൺകൾ നനയുന്നു ദേവാ, കാലങ്ങളേറെയായി കാത്തിരിപ്പൂ ഞാൻ, കാന്തരമങ്ങേ നേരിൽ കണ്ടിടുവാൻ. കാലങ്ങളേറെയായി കാത്തിരിപ്പൂ ഞാൻ, കാന്തരമങ്ങേ വേഗം കണ്ടിടുവാൻ. കാലുകളിടറുന്നു തീർത്തിടുവാൻ പാപാന്ധകാരം നീക്കിടുവാൻ.
പ്രയാസം തീർത്തിടുവാൻ പാപാന്ധകാരം നീക്കിയിടുവാൻ വന്നിടണേ നാദമേഘമെന്നേ ചേർക്കുവാൻ നിൻ തിരുസന്നിധിയിൽ വന്നിടണേ നാദമേഘമെന്നേ ചേർക്കുവാൻ നിൻ തിരുസന്നിധിയിൽ കാലുകളിൽ കാന്തനമങ്ങി നേരിൽ കണ്ടിടുമ്പോൾ കാന്തനമങ്ങി നേരിൽ കണ്ടിടുമ്പോൾ തീർന്നിടുമെന്നെന്റെ വേദനകൾ ഇമ്പമുള്ള വീട്ടിൽ പാർത്തിടുവാൻ വെമ്പിടുന്നേ പ്രിയവൻ നിടണേ ഇമ്പമുള്ള വീട്ടിൽ പാർത്തിടുവാൻ വെമ്പിടുന്നേ പ്രിയവൻ നിടണേ ചാലുകളിടറുന്നു നാഥാ പ്രത്യാശയോടെ നാൾ കഴിപ്പാൻ നിന്നുടെ നാമം ഘോഷിക്കുവാൻ പ്രത്യാശയോടെ നാൾ കഴിപ്പാൻ നിന്നുടെ നാമം ഘോഷിക്കുവാൻ ഭക്തിയോടങ്ങായി വന്നിക്കുവാൻ ഏകോകവൻ കൃപകൾ എന്നിലെന്നും ഭക്തിയോടങ്ങായി വന്നിക്കുവാൻ ഏകോകവൻ കൃപകൾ എന്നിലെന്നും കാലുകളിടറുന്നു നാഥാ കങ്ങൾ നിറയുന്നു ദേവാ കാലങ്ങളേറെയായി കാത്തിരിപ്പൂ ഞാൻ കാന്തനമങ്ങേ നേരിൽ കണ്ടിടുവാൻ കാലങ്ങളേറെയായി കാത്തിരിപ്പൂ ഞാൻ കാന്തനമങ്ങേ വേഗം കണ്ടിടുവാൻ കാലുകളിടുന്നു കർത്താവിന് സ്തോത്രം. അനേകർക്ക് ആശ്വാസമായിട്ട് ഗാനം മാറട്ടെ. പ്രിയ ബ്ലസ്സിയോട് നന്ദി പറയുന്നു. പ്രിയ മകൾക്ക് ലീവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ അനുവാദത്തോടെ പ്രിയ മകളും യാത്രയാവും. എൻ്റെ സാക്ഷ്യവാചകങ്ങളിലൂടെ പോയാൽ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ 7:35 ഇത് അവസാനിപ്പിക്കേണ്ടതായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അത് നടക്കില്ല. അതുകൊണ്ട് ഞാൻ പരിമിതമായ വാക്കുകളിൽ മാത്രം സാക്ഷ്യം ഒതുക്കാം. എൻ്റെ പിതാവ് ആലപ്പുഴ ജില്ലയിൽ നിന്നും ഹൈറേഞ്ചിലേക്ക് കുടിയേറി പാർത്ത ആളാണ്. ഞങ്ങൾ ജനിച്ചതും വളർന്നതും ജീവിച്ചതുമൊക്കെ ഹൈറേഞ്ചിലാണ്, പീരുമേട് താലൂക്കിലാണ്, ഇടുക്കി ജില്ല. കത്തോലിക്ക ചുറ്റുപാടിലാണ് ഞങ്ങൾ വളർന്നതും. നല്ല ഒരു വിധത്തിൽ പറഞ്ഞാൽ വളരെ പള്ളിയോട് വളരെ ഭക്തിയും ശുശ്രൂഷകളിലും ഒക്കെ താല്പര്യമുള്ള ആളുകളായിരുന്നു ഞാൻ. ഒരുപക്ഷെ അല്പം അതിശയോക്തിയിൽ പറഞ്ഞാൽ ഞങ്ങളുടെ കാര്യങ്ങൾ തീരുമാനിച്ച ശേഷമാണ് പള്ളിയുടെ കാര്യങ്ങൾ എന്തെങ്കിലും തീരുമാനിക്കുന്നതെങ്കിൽ
ഞങ്ങളുടെ കാര്യം മുടക്കിയിട്ട് തന്നെ പള്ളിയിലെ കാര്യങ്ങൾക്ക് പോകുമായിരുന്നു. അങ്ങനെ ഭക്തിയുണ്ട്. എൻ്റെ അമ്മ വളരെ വലിയ ഒരു മറിയ മാതൃഭക്തിയുള്ള സ്ത്രീയായിരുന്നു. ഞങ്ങളുടെ വിദ്യാഭ്യാസ കാലത്താണ് അവര് കർത്താവിലേക്ക് വരുന്നത്. എന്നാൽ അതിനൊരു മുഖാന്തരമുണ്ട്. ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് കർത്താവിലേക്ക് വരുന്നത് എൻ്റെ മൂത്ത സിസ്റ്ററാണ്. ഞങ്ങളുടെ നേരെ മൂത്ത സിസ്റ്റർ. എനിക്ക് 2 സഹോദരിമാരും 3 സഹോദരിമാരും 1 സഹോദരനുമാണ് ഉണ്ടായിരുന്നത്. ഒരു സഹോദരി നിത്യതയിലേക്ക് മാറ്റപ്പെട്ടു. ആ പ്രിയപ്പെട്ടവളാണ് കർത്താവിലേക്ക് വന്നത്. ആ പ്രിയപ്പെട്ട സഹോദരി കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഞങ്ങൾ ഹൈസ്കൂൾ പഠനം നടത്തുകയാണ്. ആ സമയത്ത് ഒരു ഹാർട്ടിന് പ്രശ്നം ഉണ്ടെന്ന് കണ്ട് രോഗമുണ്ടായി. അതിന് മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് വന്ന, അന്നത്തെ കാലത്ത് പഴയ കാലമാണ്, വാദപ്പനി ഉണ്ടായതാണ്. അത് ഹാർട്ടിനെ ബാധിച്ചു. എന്നാൽ അത് പിന്നീട് വലിയ ഗുരുതരമായിട്ട് മാറി. ഏതാണ്ട് അന്നത്തെ കാലത്ത് എനിക്ക് തോന്നുന്നത്, എനിക്ക് ഓർമ്മയുണ്ട്, ഒരു 5 രൂപ 10 രൂപ കൊണ്ട് ഞങ്ങളുടെ കുടുംബത്തിന്റെ മുഴുവൻ ഒരാഴ്ചത്തേനുള്ള ആഹാര സാധനങ്ങൾ ഞങ്ങൾ മേടിച്ചതായിട്ട് ഓർക്കുന്നുണ്ട്. അന്നത്തെ കാലത്ത് 45 രൂപ 35-45 രൂപ ഡെയിലി ചെലവുള്ള ട്രീറ്റ്മെന്റ് ആണ് ചെയ്തിരുന്നത്. അങ്ങനെ ഏതാണ്ട് 2.5-3 വർഷത്തോളം ആ ചികിത്സ ചെയ്തു. എന്നാൽ ആ പ്രിയപ്പെട്ടവൾ മരണത്തിന് കീഴടങ്ങി. എൻ്റെ പിതാവ് പുസ്തകങ്ങളൊക്കെ കോളേജിൽ ഹോസ്റ്റലിൽ പോയി കളക്ട് ചെയ്തുകൊണ്ട് വന്ന ആ പുസ്തകങ്ങളൊക്കെ കളക്ട് ചെയ്തുകൊണ്ട് വന്നു വെച്ചു. അതിനിടയ്ക്ക് ഒരു ചെറിയ പ്രശ്നം ഉണ്ടായി. എൻ്റെ അമ്മ, ഞാൻ പറഞ്ഞ പോലെ മറിയ ഭക്തിയും അല്ലെങ്കിൽ മാതൃഭക്തിയൊക്കെ ഉള്ള ആളായിരുന്നെങ്കിൽ പെട്ടെന്ന് അങ്ങ് ഡൗൺ ആയി. സംസാരശേഷി കുറച്ച് ദിവസത്തിന് ശേഷം നഷ്ടപ്പെട്ടു. പിന്നീട് ദൈവകൃപയാൽ തിരികെ കിട്ടി. എൻ്റെ പിതാവ് വളരെ വലിയ വാചാലനായി സംസാരിക്കുന്ന ഒരാളായിരുന്നു. ഞങ്ങളുടെ നാട്ടിലെ ആദ്യത്തെ ട്യൂഷൻ മാസ്റ്ററാണ്. അദ്ദേഹത്തിന്റെ ട്യൂഷൻ എഴുത്തിനിരുത്തി പഠിപ്പിച്ചതിന്റെ ഫലമായിട്ടാണ് ഞങ്ങളുടെ നാട്ടിലൊരു സ്കൂള് തന്നെ തുടങ്ങുന്നത്. 300 പേരെ ഒരേ നിലയിൽ ഒരു സ്ഥാനത്തിരുന്ന് ട്യൂഷൻ എടുത്തിട്ടുള്ള പഠിപ്പിച്ചിട്ടുള്ള ആളാണ്. എന്നാൽ അദ്ദേഹം മൗനമായി. ആ സമയത്താണ് ഈ പുസ്തകങ്ങളൊക്കെ ഒന്ന് റീകളക്ട് ചെയ്ത പുസ്തകങ്ങളൊക്കെ ഒന്ന് വായിക്കുകയും തിരക്കുകയൊക്കെ ചെയ്തു. കാരണം പുസ്തകങ്ങളോടും വായനയോടും വലിയ താല്പര്യമായിരുന്നു. അന്ന് അതിനകത്ത് ആ പുസ്തകങ്ങളുടെ കൂട്ടത്തിൽ ഒരു 3 സമാധാനദൂതന്റെ, നമ്മുടെ സമാധാനദൂതൻ എന്ന അങ്കമാലി നിറങ്ങുന്ന മാസികയുടെ 3 കോപ്പി ഉണ്ടായിരുന്നു. അതിൽ ഒന്നിന്റെ മുകളിൽ ഞാൻ രക്ഷിക്കപ്പെട്ട ദിവസം എന്ന് കുറിച്ചു വെച്ചു. പിതാവ് ആ മാസികയുമായിട്ട് നേരെ പള്ളിയിലെ വികാരിയുടെ അടുത്ത് പോയി ഈ കാര്യങ്ങൾ ചർച്ച ചെയ്തു. അതെ, അവർക്ക് മറുപടി ഒന്നുമില്ലല്ലോ. പറഞ്ഞു, മാത്രമല്ല ഇത് പ്രൊട്ടസ്റ്റന്റുകാരുടെ പരിപാടിയാണ്, അതിനൊന്നും തല കൊടുക്കണ്ട എന്നൊക്കെ പറഞ്ഞ് അത് വിട്ടു. എന്നാൽ അതിന് മുമ്പ് തന്നെ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ വേറൊരു ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഈ കത്തോലിക്ക വിശ്വാസത്തിലും ആചാരങ്ങളിലും ഒക്കെ വലിയ താല്പര്യമായിരുന്നുകൊണ്ട് ഈ മറ്റു സഭക്കാരോട് വലിയ താല്പര്യമൊന്നുമില്ല. പെന്തക്കോസ്തിലെ ആളുകളൊക്കെ അന്ന് ഞങ്ങളുടെ അവിടെ ഉള്ളത് അവരാണ്. അവർ സന്ദർശിക്കുകയൊക്കെ ചെയ്യുമെങ്കിലും വീട്ടിൽ കയറ്റത്തില്ല. എന്നാൽ ഈ ചേച്ചിക്ക് രോഗം വന്നതോടുകൂടെ അതിനുള്ള അവസരം കിട്ടി. അവർക്ക് വരാനും പ്രാർത്ഥിക്കാനും ഒക്കെ ഉള്ള അവസരം ഉണ്ടായി. മരണശേഷവും കത്തോലിക്കർക്ക് അങ്ങനെയുള്ള ഒരു സ്വഭാവമൊന്നും ഇല്ലല്ലോ അന്ന്. ഇന്ന് കുറച്ചുകൂടെ വ്യത്യസ്തമാണ്. മരണശേഷവും ഈ പാസ്റ്റർമാരൊക്കെ വീട്ടിൽ വരികയും അവരോടും ചോദിച്ചു. വേണ്ടത്ര തൃപ്തികരമായ മറുപടി ഉണ്ടായില്ല, അഥവാ കൃത്യമായ ഒരു മറുപടി കിട്ടിയില്ല. എന്നാൽ അതിനകത്ത് വളരെ ബുദ്ധിമാനും വളരെ മിടുക്കനായ ഒരു ദേവദാസൻ ഉണ്ടായിരുന്നു. അദ്ദേഹം കത്തോലിക്ക വിശ്വാസത്തിൽ മുമ്പോട്ട് വന്ന ആളായിരുന്നു. ചങ്ങനാശ്ശേരിക്കാരനാണ്. അദ്ദേഹം എന്നോട് പിതാവിനോട് ചോദിച്ചു, അപ്പച്ചൻ എന്താ ഈ കാര്യം ഇങ്ങനെ ചോദിക്കാൻ കാരണം എന്ന് പറഞ്ഞു. അപ്പൊ ഈ മാസികയുടെ കാര്യങ്ങളും മറ്റൊക്കെ പറഞ്ഞു. അങ്ങനെ ഉണ്ടെങ്കിൽ അവരുമായിട്ടൊന്ന് ബന്ധപ്പെടുക എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു കത്തെഴുതി. അന്ന് ഫോണൊന്നും ഇല്ലാത്ത കാലമാണ്. കത്തെഴുതി. അന്ന് ഒരു ഇന്റൻസീവ് കോഴ്സ് നടക്കുന്ന സമയമാണ് അങ്കമാലി, നമ്മുടെ സഭയുടെ ചുമതലയിൽ, അഥവാ സമാധാനദൂതന്റെ ചുമതലയിൽ. അങ്ങനെ അദ്ദേഹത്തെ ഇവിടെ വിളിച്ചു വരുത്തി. തിരിച്ച് അദ്ദേഹം കർത്താവിനെ സ്വീകരിച്ചുകൊണ്ടാണ് വരുന്നത്. തുടർന്ന് എന്റെ മാതാവും വിശ്വാസത്തിലേക്ക് വന്നു. അങ്ങനെ അവര് ഒരു പെന്തക്കോസ്ത് സഭയിലേക്ക് മാറുകയാണുണ്ടായത്. കത്തോലിക്ക സഭയുമായിട്ട് വേർപെടാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ്. കത്തോലിക്ക വിശ്വാസം അനുസരിച്ചും അവരുടെ രീതി അനുസരിച്ചും അവരുടെ സെമിട്രിയിൽ ഒരാളെ, ഒരു സഭ കുടുംബാംഗത്തെ അടക്കിയാൽ ആ സഭയിൽ നിന്ന് പിന്നെ വിട്ടുപോരാൻ വലിയ പാടാണ്. അങ്ങനെയാണ് അവരുടെ ഒരു രീതി. എന്നാൽ ദൈവവചനം അഭ്യസിച്ചതോടെ വേർപാട് ഒരു അടിയന്തര ആവശ്യമാണെന്ന് മനസ്സിലാക്കി അവിടെ നിന്ന് വിട്ടുപോരുകയും ഈ നിലയിൽ മുൻപോട്ട് പോവുകയുമാണ് ഉണ്ടായത്. അതാണ് ഞങ്ങളുടെ വിശ്വാസത്തിലേക്ക് വരാനുള്ള ആരംഭം എന്ന് വേണമെങ്കിൽ പറയാം. വിശദീകരിച്ച് പറയാൻ നിവൃത്തിയില്ലല്ലോ. എന്നാൽ നമുക്ക് ഇതിനിടയ്ക്ക് ഒരു ഗാനം കൂടെ കേൾക്കാം. കേട്ടതിന് ശേഷം ഞാൻ അല്പം കൂടെ വിശദമായിട്ട് കാര്യങ്ങൾ പറയാം എന്ന് കരുതുന്നു. നമ്മുടെ ഒരു ഗാനം കൂടെ കേൾക്കാനായിട്ട് നമുക്ക് അവസരമുണ്ട്. അത് പ്രിയ സഹോദരി അസ്നത്ത് കണ്ണനാണ് പാടുന്നത്. ഈ പാട്ടിന്റെ ഒരു പിന്നാമ്പുറം എന്ന് പറയുന്നത്, ഈ കർത്താവിന്റെ ശുശ്രൂഷയോട് ബന്ധപ്പെട്ട ചില നാളുകളൊക്കെ ഭവനത്തിൽ നിന്നും കുറെ നാളുകൾ മാറി നിൽക്കേണ്ടി വന്നു. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ചില ദിവസങ്ങൾക്ക് ശേഷം വീട്ടിലേക്ക് വിളിച്ചപ്പോ
അന്നത്തെ സാഹചര്യത്തിൽ മറ്റുള്ളവരുടെ ഒന്നും ഒരു വിളിയോ കുറച്ചൊരു അന്വേഷണമോ ഒന്നും കണ്ടില്ല എന്ന് വളരെ ഭാരത്തോടു കൂടെ പ്രിയപ്പെട്ടോട് പറഞ്ഞു. കുറെ വർഷങ്ങൾക്ക് മുമ്പാണ്. അദ്ദേഹത്തോട് കുറെ ആശ്വാസ വാക്കുകളൊക്കെ പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് കുറച്ച് അകലെയുള്ള സ്ഥലത്തേക്ക് ഇങ്ങനെ പോകുന്ന സമയത്ത് വളരെയധികം മാനസികമായ പ്രയാസമൊക്കെ ഉണ്ടായി. എന്നാൽ യാത്രയുടെ മധ്യത്തിൽ ബസ്സിൽ യാത്ര ചെയ്യുകയാണ്. അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ എൻ്റെ ഹൃദയത്തിലേക്ക് ചില വരികളൊക്കെ വന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ദൈവവചനം വളരെ ലളിതമായി മറ്റുള്ളവരോട് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. സുവിശേഷം പറഞ്ഞാലും അല്ലെങ്കിൽ ലളിതമായി പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ നിലയിൽ ദൈവവചനമൊക്കെ ഹൃദയത്തിൽ വന്നു. അങ്ങനെ ഹൃദയത്തിൽ ചെറിയ ഒരു ഈറനണിഞ്ഞ കണ്ണുകളോടുകൂടെ ഹൃദയത്തിൽ ഉരുത്തിരിഞ്ഞ ഈരടികൾ ഒരു ചെറിയ ഈണത്തോടുകൂടെ തന്നെ ഫോണിൽ റെക്കോർഡ് ചെയ്തു. കാരണം ബസ്സിനകത്താണ്, എഴുതാനൊന്നുള്ള ഇത് പറ്റത്തില്ലല്ലോ. അതിനുശേഷം ഞാൻ അവിടെ സ്ഥലത്ത് ചെന്നു. അവിടെ ചെന്ന് എൻ്റെ മീറ്റിങ്ങിന്റെ സമയത്തിനുള്ളിൽ തന്നെ ഇതൊന്ന് ചിട്ടപ്പെടുത്തി ഞാൻ അവിടെ ഈ ഗാനം ആലപിക്കുന്നുണ്ടായി. അതിനുശേഷം ഞാൻ നാളുകൾക്ക് ശേഷം ഞങ്ങളുടെ ഓൺലൈൻ മീറ്റിംഗ് നടക്കുന്ന സമയത്ത് ഞാൻ ഈ പാട്ട് മറ്റൊരു സഹോദരിയെ കൊണ്ട് പാടിച്ചു. ആ പാട്ട് കേട്ടപ്പോൾ ഒരു കുടുംബം കുവൈറ്റിൽ നിന്നും നമ്മുടെ ഓൺലൈൻ മീറ്റിങ്ങിന് പങ്കെടുത്തിരുന്നു. അവർക്ക് ഈ പാട്ട് വളരെ ആകർഷണീയമായിട്ട് തോന്നി. അവര് ആ പാട്ട് ഏറ്റെടുത്തു. മുണ്ടക്കയം സ്വദേശിയായ ഒരു ബിജു ഉണ്ട്, ബിജു ബ്ലസി ദമ്പതികൾ. കുവൈറ്റിലാണ് അവർ ജോലി ചെയ്യുന്നത്. ബിജുവിനെ എനിക്ക് ചെറുപ്പം മുതലേ അറിയാം. ഞങ്ങൾ മുണ്ടക്കയത്ത് വർക്ക് ചെയ്യുന്ന കാലം മുതലേ ആ കുടുംബത്തെ അറിയാം. അങ്ങനെ ആ വാത്സല്യ കുടുംബം ഈ പാട്ട് അവർ ഏറ്റെടുത്തു. വലിയ ചിലവ് മുതൽ മുടക്കി തന്നെ ആ പാട്ട് അവര് റെക്കോർഡ് ചെയ്ത് പുറത്തിറക്കി. എന്റെ അറിവ് ശരിയാണെങ്കിൽ ഒരു 40,000-40,000 രൂപ തന്നെ അതിനുവേണ്ടി മുടക്കിയെന്നാണ് എന്റെ അറിവ്. ഈ ഒരു ഗാനം അങ്ങേ വാത്സല്യം എന്ന തലക്കെട്ടോടുകൂടെ പുറത്തിറക്കി. അങ്കമാലിയിലുള്ള ജെയ്സൺ വർഗീസ് ആണ് അത് പാടിയിരിക്കുന്നത്. ഈ ഗാനം നമുക്കിന്ന് പാടുന്നത് ഏറെ പരിചിതയായ ആസ്നത് ഖണ്ടനാണ്. ഷാർജയിൽ നിന്നും നമ്മോട് കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നു. പ്രിയ മകൾ ഈ പാട്ട് ഫീമെയിൽ വോയിസിൽ ഇറക്കാനായിട്ട് പാടി എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചതാണ്. പക്ഷെ ഇതുവരെയും പുറത്തിറക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇന്ന് നമുക്ക് ആ ഗാനം കേൾക്കാം. എൻ്റെ പുറത്തിറങ്ങിയ ഗാനത്തിന് ആദ്യ ഗാനമാണിത്. പ്രിയ മകൾ ആ ഗാനം നമുക്ക് വേണ്ടി ആലപിക്കും. Praise the Lord.
വസിക്കും എൻ ദൈവമേ, എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. Praise the Lord. Thank you. കർത്താവിന് സ്തോത്രം. മാതാപിതാക്കളും ബന്ധുമിത്രാദികളും സ്നേഹിതരും ഒക്കെ ഉപേക്ഷിക്കുമ്പോഴും അവിടുത്തെ സ്നേഹം നമുക്ക് മതിയായതാണല്ലോ. കർത്താവിന് നന്ദി പറയും. ഞാൻ ഓർപ്പിച്ചതുപോലെ എൻ്റെ മാതാപിതാക്കള് കത്തോലിക്ക സഭ വിട്ട് ഒരു പെന്തക്കോസ്ത് കൂട്ടായ്മയിലേക്കാണ് പോയത്. അന്ന് അവിടെ ബാപ്റ്റിസ്റ്റോ ബ്രദറൻ കൂട്ടായ്മകളൊന്നും ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. ആദ്യകാലങ്ങളിൽ പെന്തക്കോസ്ത് സഭകളിലായിരുന്നു പോയതെങ്കിലും പിന്നീട് കർത്താവിന്റെ സന്നിധിയിൽ ചേരുവോളം ഞങ്ങളോടുകൂടെ ആയിരുന്നു. സത്യോപദേശം മനസ്സിലാക്കി അത് വിശ്വസിക്കുകയും അതിനനുസരിച്ച് പോവുകയും ചെയ്യുവാൻ കർത്താവ് അവർക്ക് അവസരം നൽകി. ഞാൻ എൻ്റെ വിദ്യാഭ്യാസത്തിന് ശേഷം ചെറിയൊരു ജോലിയിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു അവസരം കർത്താവ് തന്നു. പക്ഷേ നാളുകൾ മാത്രമേ ആ ജോലി ചെയ്യാനായിട്ട് ദൈവം അനുവദിച്ചു. അതിന്റെ കാരണം ഏറെ നാളുകൾ കഴിയുന്നതിന് മുമ്പ് തന്നെ എൻ്റെ പിതാവിന്റെ ഒരാഗ്രഹവും ഒരു തരത്തിൽ പറഞ്ഞാൽ അവരുടെ ഒരു നേർച്ചയും. കാരണം എൻ്റെ മാതാപിതാക്കൾക്ക് ആദ്യം ഞങ്ങൾ ഉണ്ടാകുന്നതിന് മുൻപ് ഏതാണ്ട് 5 മക്കളുണ്ടായിരുന്നു. അതിനാദ്യത്തെ 2 പേര് മരിച്ചുപോയി. പിന്നീട് 3 പെൺമക്കളായിരുന്നു. അങ്ങനെ അന്നത്തെ ആ വിശ്വാസം അനുസരിച്ച് ഈ മാതാപിതാക്കളുടെ നേർച്ച കാഴ്ചകളൊക്കെ വെച്ച് ഉണ്ടായതാണ് ഞങ്ങൾ എന്നാണ് അവരുടെ വിശ്വാസപ്രകാരം. അതുകൊണ്ട് തന്നെ ആ കാഴ്ചപ്പാടില് ഞങ്ങളെ ദൈവവേലയ്ക്ക് വേണ്ടി നേർന്നിരുന്നു. അങ്ങനെ നേർന്നിരുന്നു എങ്കിലും ഞങ്ങളുടെ വിദ്യാഭ്യാസ കാലത്ത് തന്നെ മാതാപിതാക്കൾ ദൈവവചന പ്രകാരം കർത്താവിൽ വിശ്വസിക്കുകയും ഈ കത്തോലിക്ക വിശ്വാസം അനുസരിച്ചുള്ള ദൈവിക ശുശ്രൂഷയ്ക്ക് പിന്നീട് അയക്കാനുള്ള താല്പര്യം നഷ്ടപ്പെടുകയും ചെയ്തു. എന്നാൽ ആ നേർച്ച നിവർത്തിക്കണം എന്നുള്ളത് അവരുടെ അതീവ താല്പര്യമായി. ഞങ്ങൾക്കൊരു നേർച്ച ഉണ്ടായിരുന്നത്, ഈ ഞങ്ങളില് ഉണ്ടാകുകയാണെങ്കിൽ ഈ കത്തോലിക്കരായിരുന്നെങ്കിലും മണർകാട് പള്ളിക്ക് എല്ലാവരും മാതാവിന്റെ വിശ്വാസികളാണ്. കത്തോലിക്കരും യാക്കോബക്കാരും ഓർത്തഡോക്സുകാരും ഒക്കെ. അപ്പൊ അതുകൊണ്ട് മാതാവിന്റെ മണർകാട് പള്ളിയില് 11-16 വർഷം നേർച്ചപ്പണം പിരിവെടുത്ത് വീടുകൾ തെണ്ടി പിടിപ്പണം വാരിയിടാം എന്നൊരു നേർച്ചയുണ്ട്. അത് 5ാം ക്ലാസ്സിൽ വരുന്നത് വരെ ഞങ്ങള് അപ്പച്ചന്റെ കൂടെ പോയി വീടുകളൊക്കെ തെണ്ടി കൊണ്ടുവന്ന് വാരിയിട്ടതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. അതിനുശേഷം ഞങ്ങൾക്കത് മടുപ്പായി. ഞങ്ങൾ വിശ്വാസത്തിലേക്കൊന്നും വന്നിട്ടില്ല. ഞങ്ങൾ പറഞ്ഞു, ഇനി ഞങ്ങൾ തെണ്ടാൻ വരത്തില്ല, ഈ തെണ്ടി കൊണ്ടുവന്ന് ഇടുന്ന പരിപാടി ഞങ്ങൾക്ക് പറ്റത്തില്ല, അതുകൊണ്ട് അപ്പന് വേണമെങ്കിൽ ഇട്ടോണം എന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു, അതല്ല, പാമ്പ് വരും, അത് വരും, ഇത് വരും എന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ തല്ലിക്കൊന്നോളാം എന്ന് പറഞ്ഞു. ഞങ്ങൾ അതിനു മുമ്പ് തന്നെ നിർത്തിയിരുന്നു. അതിനുശേഷമാണ് പിന്നെ വിശ്വാസത്തിൽ അവർ വരുന്നതും. പിന്നില്ല. അങ്ങനെ അപ്പച്ചന്റെ നിർബന്ധപ്രകാരം ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരു ബൈബിൾ കോളേജിലേക്ക് പോകാൻ നിർബന്ധിതനായി. ഞങ്ങളെ 2 പേരെയും നേർന്നതാണ്, ഞങ്ങൾ ട്വിൻസാണ്. എന്നാൽ അദ്ദേഹത്തിന് ഇക്കാര്യത്തിലൊരു താല്പര്യമില്ല എന്ന് അറിയിച്ചു. എന്നാൽ എൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന ആളുകളുടെ ഒക്കെ പറഞ്ഞു, നിങ്ങളുടെ മാതാപിതാക്കളുടെ ഒക്കെ ആഗ്രഹമല്ലേ, അവരുടെ നിരാശപ്പെടുത്തരുത്, വാർദ്ധക്യത്തിലെ മക്കളാണ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 50 വയസ്സുകൾക്ക് ശേഷമാണ് ഞങ്ങൾ ഉണ്ടാകുന്നത്. എന്നാലും അപ്പച്ചന്റെ ആഗ്രഹത്തിന് വേണ്ടി മാത്രം രക്ഷയെക്കുറിച്ചോ ദൈവവേലയെക്കുറിച്ചോ ഒന്നും അറിയാത്ത ഞാൻ ബൈബിൾ കോളേജിലേക്ക് പോകുന്നു. ഭാഗ്യവശാൽ അവിടെ എനിക്ക് അഡ്മിഷൻ ലഭിക്കും. അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. കാരണം ഈ ബൈബിൾ കോളേജിന്റെ ചുമതലയിൽ ഇറക്കിയിരുന്ന ഒരു മാസികയുടെ സ്ഥിര വായനക്കാരനായിരുന്നു എൻ്റെ പിതാവ്. അതീവ വായനാ തൽപരനും ആ വിഷയങ്ങളെ കുറിച്ചൊക്കെ നന്നായി ചർച്ച ചെയ്യുകയും ചെയ്യാൻ താല്പര്യമുണ്ടായിരുന്ന ആളായതുകൊണ്ട് ഈ വിഷയങ്ങളെ സംബന്ധിച്ചുള്ള ഒരു സംവാദങ്ങളിലൊക്കെ അതിന്റെ ചുമതലപ്പെട്ടവരുമായിട്ട് മുമ്പേ തന്നെ ഓർമ്മ ഏർപ്പെടുമായിരുന്നത് കൊണ്ട് ആ നിലയിൽ തന്നെ ഈ ഇതിന്റെ അധികാരികളുമായിട്ടൊക്കെ അപ്പച്ചന് നല്ല ബന്ധമായിരുന്നു. ഞങ്ങൾ 2 പേരും കൂടെയാണ് അതിന്റെ ഇന്റർവ്യൂവിനൊക്കെ പോകുന്നത്. അവിടെ വന്ന ടീച്ചേഴ്സും അതിന് ഉത്തരവാദിത്തപ്പെട്ടവരൊക്കെ ആയിട്ട് വളരെയധികം സംസാരിച്ചു. അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടതിന്റെ പേരിൽ എന്നെ എടുത്തു. എന്നോട് രക്ഷിക്കപ്പെട്ടതാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു രക്ഷപ്പെട്ടതാണെന്ന് പറഞ്ഞു. എനിക്കറിയില്ല, രക്ഷിക്കപ്പെട്ടതാണെന്ന് ചോദിച്ചിട്ട് അത് എന്താണെന്നൊക്കെ പറയാൻ പറഞ്ഞിരുന്നെങ്കിൽ എന്നെ അന്ന് തന്നെ പറഞ്ഞു വിട്ടേനെ. എന്നാലും ഒരു ഇത് ഞാൻ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ മതി. അതുകൊണ്ടാണ് എനിക്ക് രക്ഷിക്കപ്പെടാനും ഇങ്ങനെയൊക്കെ ആയി തീരാനും ഇടയായത്. എന്താണെങ്കിലും ശരി, അപ്പച്ചന്റെ കോറോഫിൽ എനിക്ക് അവിടെ അവസരം ഉണ്ടായി.
അങ്ങനെ ഞാൻ പഠിക്കുന്ന സമയത്ത് കത്തോലിക്ക വിശ്വാസത്തിന് വേണ്ടിയൊക്കെ ഇങ്ങനെ പറഞ്ഞ് വാദിച്ചുമൊക്കെ മുമ്പോട്ട് പോകുമ്പോൾ എന്റെ ഒരു അധ്യാപകൻ പറഞ്ഞു, അതെല്ലാം മാറ്റി വെച്ചിട്ട് സ്വതന്ത്രമായിട്ടൊന്ന് ചിന്തിക്കാൻ ശ്രമിക്കും, നിങ്ങൾക്ക് ഇതൊന്നും പിടിക്കത്തില്ലെങ്കിൽ പിന്നെ ഇതൊക്കെ വെച്ചിട്ട് നിങ്ങൾ പോകാം എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം ഞാൻ സ്വതന്ത്രമായ ചിന്തയ്ക്ക് വഴിപ്പെട്ടു. കർത്താവിന്റെ വചനം പഠിക്കുന്നു. അങ്ങനെ പഠിച്ച് ഒരു ദിവസം എന്റെ കോളേജിന്റെ എന്റെ ക്ലാസ് റൂമിൽ ഇരുന്ന് ഈ കാര്യം മനസ്സിലാക്കുകയും കർത്താവിനെ ഹൃദയത്തിലേക്ക് അംഗീകരിക്കാനുള്ള ഭാഗ്യവും കർത്താവ് തന്നു. എന്ന് മാത്രമല്ല, ആ രക്ഷിക്കപ്പെട്ട കർത്താവിനെ സ്വീകരിച്ച ആദ്യ നാളുകളിൽ തന്നെ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ കർത്താവിന്റെ വേലയ്ക്കുള്ള വ്യക്തമായ ഒരു കാഴ്ചപ്പാടും വിളിയും ലഭിച്ചു. ആ ദിവസങ്ങളിൽ തന്നെ ശുശ്രൂഷകളിലേക്ക് ഏർപ്പെടാനുള്ള അവസരങ്ങളും ദൈവകൃപയാൽ ലഭിച്ചു. അതാണ് എൻ്റെ വിശ്വാസത്തിലേക്കും ശുശ്രൂഷയിലേക്കുമുള്ള പ്രവേശനം. കൃപയാൽ ഏതാണ്ട് 42-ലധികം വർഷങ്ങളായിട്ട് കർത്താവ് നൽകുന്ന ശുശ്രൂഷകൾ, കർത്താവ് അയക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ചെയ്തു വരുന്നു. ആദ്യകാലങ്ങളിൽ ബാപ്റ്റിസ്റ്റ് സഭാ ബന്ധത്തിലായിരുന്നു. രക്ഷിക്കപ്പെട്ടതും സ്നാനപ്പെട്ടതും ദൈവവചനം പഠിച്ചതും വേല ചെയ്തും ഒക്കെ അവരോടുകൂടി ആയിരുന്നു ഏതാണ്ട് 6-7 വർഷത്തോളം. എന്നാൽ ഈ വേർപെട്ട ദൈവജനത്തോട് ചേർന്ന് മുമ്പോട്ട് വരാനൊരു താല്പര്യം ഉണ്ടായിരുന്നു. അത് കാരണം ആ ഉപദേശപരമായ കാര്യങ്ങളും ഞാൻ അവിടെ ആയിരിക്കുമ്പോൾ തന്നെ വേർപെട്ട സമൂഹങ്ങളിൽ ശുശ്രൂഷയ്ക്കും യോഗങ്ങൾക്കും ഒക്കെ പോകുമായിരുന്നു. അങ്ങനെയാണ് വേർപെട്ട സമൂഹത്തിലേക്ക് വരുവാനായിട്ട് ദൈവകൃപയാൽ സാധിച്ചത്. ശുശ്രൂഷയോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടെ പറഞ്ഞാൽ, എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന ശുശ്രൂഷകൾ അന്നും ഇന്നും വ്യക്തിപരമായി ദൈവവചനം പറയുക എന്നുള്ളതാണ്. പരസ്യ ശുശ്രൂഷകൾ പ്രസംഗിക്കുന്നതിന് ഏറെ ഇഷ്ടമാണ്. സ്ഥലംസഭാ രൂപീകരണത്തിന് പല സ്ഥലങ്ങളിൽ ദൈവം മറ്റു പ്രിയപ്പെട്ടവരോട് ചേർന്ന് ഉപയോഗപ്പെടുത്തി എന്ന് പറയുന്ന സന്തോഷം. ദൈവവചനം വളരെ ലളിതമായിട്ട് പഠിപ്പിക്കുന്നതിനാണ് എനിക്ക് ദൈവം കൂടുതൽ കൃപ തന്നിരിക്കുന്നത് എന്നാണ് ഞാൻ കരുതുന്നത്. അതിനുള്ള ഇപ്പൊ ഒരു കൺവെൻഷന് വിളിച്ചില്ലെങ്കിൽ എനിക്കൊരു സങ്കടവുമില്ല. ഒരു പ്രോഗ്രാം നടക്കുകയാണെങ്കിൽ തന്നെ അവിടെ ഏതെങ്കിലുമൊക്കെ ശുശ്രൂഷ തന്നില്ലെങ്കിലും എനിക്ക് വിരോധമൊന്നുമില്ല. ഒരു ബൈബിൾ ക്ലാസ് തരാൻ ആണെങ്കിൽ എനിക്ക് വലിയ സന്തോഷമാണ്. കാരണം അതെനിക്ക് ഏറെ ഇഷ്ടമാണ്. ലളിതമായിട്ട് ആളുകളോട് പഠിപ്പിക്കാൻ എനിക്ക് വലിയ ഇഷ്ടമാണ്. ഞാൻ അതാണ് ചെയ്തു വരുന്നത്. ഇന്ത്യയുടെ മിക്കവാറും ഒട്ടുമിക്ക ഭാഗങ്ങളിലും യാത്ര ചെയ്യാനും കർത്താവിന്റെ വചനം പഠിപ്പിക്കുവാനും ദൈവദാസന്മാർക്ക് വചനത്തിന്റെ പിന്തുണ നൽകുവാനും ഒക്കെ സാധിച്ചിട്ടുണ്ട് എന്നുകൂടെ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. എനിക്ക് ഭാര്യയും ഒരു മകനും ഒരു മകളുമാണുള്ളത്. മക്കൾ രണ്ടുപേരും വിവാഹിതരായി. അവർക്ക് രണ്ടുപേർക്കും ഈ 2 മക്കളുമായിട്ട് അവരായിരിക്കുന്ന സ്ഥലങ്ങളിൽ ദൈവജനത്തോട് ചേർന്ന് കർത്താവിനെ സേവിക്കുന്നു. ഇതാണ് ചുരുക്കമായിട്ടുള്ള സാക്ഷ്യ വാചകങ്ങൾ. കർത്തൃ ശുശ്രൂഷയുടെ അനുഭവങ്ങൾ കൂടി പങ്കിടണമെന്നും അതുപോലെ അനുകൂല പ്രതികൂല സാഹചര്യങ്ങളൊക്കെ പറയണമെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ പിന്നെ ഒരു സന്ദേശത്തിലേക്ക് പോകാൻ സമയം കിട്ടുകയല്ല. ഇനി 2 പാട്ടുകൂടെ നമുക്ക് കേൾക്കാനായിട്ടുണ്ടല്ലോ. അതുകൊണ്ട് നമുക്ക് വീണ്ടും ഒരു പാട്ടുകൂടെ കേൾക്കാം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ഞങ്ങളുടെ ഓൺലൈൻ ശുശ്രൂഷകൾ മുമ്പോട്ട് പോകുമ്പോൾ ആ ശുശ്രൂഷയിലാണ് എൻ്റെ ഗാനങ്ങളൊക്കെ ഏറെയും പുറത്തു വരുന്നത്. സമാരാധ്യനാം എൻ യേശുവേ എന്നൊരു ഗാനമാണ് പ്രിയ മക്കൾ നമുക്ക് വേണ്ടി, ഈ സിസ്റ്റേഴ്സ് എന്നറിയപ്പെടുന്ന എൽസ ആൻഡ് എൽവിൻ അലക്സാണ്ടർ ബിലായി നമുക്ക് വേണ്ടി പാടാനായിട്ട് പോകും. ഈ ഗാനം പാടാൻ ഏറ്റവും അർഹതപ്പെട്ടതും ഈ ഗാനം ഏറ്റവും നന്നായി പാടി കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നതും ഈ പ്രിയ കുഞ്ഞുങ്ങളുടെ മൂത്ത സഹോദരി, അവരുടെ ചേച്ചി, ഞങ്ങളൊക്കെ അമ്മു എന്ന് വിളിക്കുന്ന ആൻ എസ്തേർ അലക്സ് പാടാനാണ്. നിർഭാഗ്യവശാൽ ഈ മാതാപിതാക്കളോടും ഈ സഹോദരിമാരോടും കൂടെ ഇപ്പോൾ ആ കുഞ്ഞില്ല, അവരുടെ അങ്കിളിന്റെ വീട്ടിലാണ്. ഇന്ന് അവർക്ക് മറ്റൊരു മീറ്റിംഗ് ഉള്ളത് കൊണ്ട് വീട്ടിലെ ഒറ്റയ്ക്ക് ഇരിക്കാൻ പറ്റത്തില്ലാത്തതുകൊണ്ടാണ് ഈ പ്രിയ കുഞ്ഞുങ്ങൾ നമുക്ക് വേണ്ടി പാടുന്നത്. ഞാൻ ഇതിന്റെ പശ്ചാത്തലം വളരെ വേഗം ഒന്ന് പറയാം. 2024 ലോകം കൊറോണയുടെ പിടിയിൽ അമർന്ന എല്ലാവരും ഭീതിയിൽ കഴിയുമ്പോൾ എനിക്ക് ശാരീരികമായ ഒരു പ്രയാസമുണ്ടായി. ഏറെ സങ്കീർണമായ ഒരു സർജറിക്ക് വിധേയനാകേണ്ടി വന്നു. ഇതറിഞ്ഞ ദൈവജനത്തിന്റെ നിർലോഭമായ സഹായത്താലും പ്രാർത്ഥനയാലും സർജറി വളരെ വിജയകരമായി തീർന്നു എന്ന് പറയാൻ സന്തോഷം. ഈ എന്റെ വെർട്ടിക്കൽ C3-ഉം C4-ഉം C2-ഉം ഡാമേജ് ആയി. അത് നമുക്കറിയാം, ഈ നമ്മുടെ സുഷ്മന അതിനകത്തൂടാണല്ലോ പോകുന്നത്. അത് പോകാത്ത നിലയിൽ ഇങ്ങനെ പക്കട് പോലെ ഈ പ്ലെയർ കൊണ്ട് പിടിച്ചിരിക്കുന്ന പോലെ വന്ന് ആകെ കൈത്തരിപ്പൊക്കെയായി. അത് വിശദീകരിക്കാൻ തന്നെ ഒത്തിരി സമയം വേണം. വളരെ തീവ്രമായി. എന്നാൽ ദൈവകൃപയാൽ കറക്റ്റ് സമയത്ത് കാര്യം കണ്ടുപിടിച്ചു. ആ കൊറോണയുടെ മൂർധന്യാവസ്ഥയിൽ ആണ് എൻ്റെ സർജറി നടക്കുന്നത്. വളരെ സങ്കീർണമായിരുന്നു. എൻ്റെ ഡോക്ടർക്ക് വലിയ ആശങ്കയുണ്ടായിരുന്നു.
ഒന്നുകിൽ എൻ്റെ ശബ്ദം പൂർണ്ണമായി മാറാം, അല്ലെങ്കിൽ എൻ്റെ ശബ്ദം പരുക്കനായിട്ട് മാറാം. അദ്ദേഹത്തിന് വലിയ ആശങ്കയായിരുന്നു. ദൈവകൃപയാൽ ദൈവമക്കളുടെ പ്രാർത്ഥനയും അവരുടെ നിസ്സീമമായ സ്നേഹവും നിർലോഭമായ സഹായവും ആ ഒരു സർജറിക്ക് ഉണ്ടായിരുന്നു. കൃപയാൽ അത് വളരെ ഭംഗിയായിട്ട് യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാതെ അത് വിജയകരമായി തീർന്നു. ആ സന്ദർഭങ്ങളിൽ എഴുതിയ ഒരു ഗാനമാണ് ഇപ്പോൾ പാടാനായിട്ട് പോകുന്ന ഈ വരികൾ. ഞാൻ പറഞ്ഞതുപോലെ അമ്മു ആയിരുന്നു ഈ ഗാനം പാടേണ്ടത്. എന്നാൽ അവർ 3 പേരൂടെ ചേർന്ന് ഈ പാട്ട് പലപ്പോഴും പാടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രിയ മക്കളോട് ഇന്നത് പറഞ്ഞപ്പോൾ അവർക്ക് വലിയ സന്തോഷമായിരുന്നു. ഇന്ന് ഈ സിസ്റ്റേഴ്സ് എന്ന ഈ കുഞ്ഞുങ്ങൾ നമുക്ക് വേണ്ടി ഈ ഗാനം ആലപിക്കുന്നു. ഇവർ 3 പേരും ഞങ്ങളുടെ സാന്ത്വനം വചനധാരയുടെ സംഗീത വിഭാഗമായ സാന്ത്വനം മ്യൂസിക്കിന്റെ ഭാഗമാണ്. അമ്മു വളരെ മികച്ച ഗായികയാണ്. സാന്ത്വനം മ്യൂസിക്കിന്റെ പ്ലാറ്റ്ഫോമിലൂടെ വളർന്നു വന്ന ഞങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ട ഒരു കുട്ടിയാണ്. അവളായിരുന്നു പാടേണ്ടിയിരുന്നത്. എന്നാൽ ഒട്ടും മോശമല്ലാതെ നമ്മുടെ പ്രിയ മക്കളും നമുക്ക് വേണ്ടി അത് പാടും. സോ ഗോസ് ടു ഈ സിസ്റ്റേഴ്സ്. Praise the Lord. Na
വീരിതെല്ലും വേണ്ടെന്ന വാക്കിലെന്നും ആശ്രയം. വീരിതെല്ലും വേണ്ടെന്ന വാക്കിലെന്നും ആശ്രയം. സമാരാധനാമെന്നേശുവേ നീ മാത്രമെന്നാശ്രയം. സമാരാധനാമെന്നേശുവേ നീ മാത്രമെന്നാശ്രയം. നാളെന്നും നീ മതി നിൻ കൃപാകടാക്ഷവും. വേറൊന്നും വേണ്ടിനി ലോകത്തിൻ പുകഴ്ചയും. കൂടെയെന്നും ഉണ്ടെന്ന വാഗ്ദത്തം എന്നാശ്രയം. കൂടെയെന്നും ഉണ്ടെന്ന വാഗ്ദത്തം എന്നാശ്രയം. സമാരാധനാമെന്നേശുവേ നീ മാത്രമെന്നാശ്രയം. സമാരാധനാമെന്നേശുവേ നീ മാത്രമെന്നാശ്രയം. ഈ മരുവിൻ ചൂടതിൽ തണലേകുവാൻ നീ മാത്രമാണ്. ഈ മരുവിൻ ചൂടതിൽ തണലേകുവാൻ നീ മാത്രമാം. സമാരാധനാമെന്നേശുവേ നീ മാത്രമെന്നാശ്രയം. സമാരാധനാമെന്നേശുവേ നീ മാത്രമെന്നാശ്രയം. താങ്ക് യു. താങ്ക് യു മക്കളെ. ഞാൻ ഈ ഹോസ്പിറ്റൽ ലൈഫിന് ശേഷം ദൈവവചനം ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ പുറപ്പാട് പുസ്തകത്തിലൂടെ യാത്ര ചെയ്തപ്പോൾ അവരെ കർത്താവ് നടത്തിയ വിധങ്ങളൊക്കെയാണ് ഹൃദയത്തെ സ്വാധീനിച്ചത്. മുമ്പോട്ട് പോകേണ്ടിയിരിക്കുന്നല്ലോ. കർത്താവിന്റെ വേളയിൽ മുൻപോട്ട് പോകുന്നതോടൊപ്പം തന്നെ അതിനോട് ചേർന്ന് തന്നെ പോകുന്ന ശുശ്രൂഷകളെ കുറെ ഓർപ്പിക്കണം എന്ന് പ്രിയ വാത്സല്യ സഹോദരൻ പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഒന്നുകൊണ്ട് കാര്യം പറയട്ടെ. അതിന് മുമ്പ് മറന്നു പോകാതെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം ഞാൻ പെട്ടെന്ന് പറയട്ടെ. ഭാരതത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കർത്താവിന്റെ വേലയിൽ പങ്കുകൊള്ളാനും ഒക്കെ എനിക്ക് സാധിക്കുന്നുണ്ട്. അത്യാവശ്യം തമിഴ് ഭാഷ എനിക്ക് വശമുണ്ട്. അതുകൊണ്ട് തമിഴ്നാട്ടിൽ തുടർച്ചയായിട്ട് പോകാറുണ്ട്. ഞാൻ ഏതാണ്ട് ആദ്യകാലങ്ങളിൽ ബാപ്റ്റിസ്റ്റ് സഭാ ബന്ധത്തിലായിരുന്നു, പ്രവർത്തന മേഖലയിലായിരുന്നു. അതിനുശേഷം വേർപാട് സമൂഹത്തിലേക്ക് വന്നു. 35-ലധികം വർഷങ്ങളായിട്ട് മുൻപോട്ട് പോകുന്നു. ഞാനിപ്പോൾ എറണാകുളം ജില്ലയില് എറണാകുളത്തിന് ഔട്ടറിലുള്ളതായ മാമല ബ്രദറൻ സഭയോട് ചേർന്നാണ് കർത്താവിന്റെ കൂട്ടായ്മയിലായിരിക്കുന്നത് എന്ന് പറയട്ടെ. അതിലെനിക്ക് ഏറെ സന്തോഷമുണ്ട്. 10 വർഷമായിട്ട് ഞങ്ങൾ ഒന്നിച്ച് സന്തോഷപൂർവ്വം മുൻപോട്ട് പോകുന്നു. അവിടെയുള്ള ദൈവജനം അവരാൽ ആകുന്ന പിന്തുണ നൽകുന്നു. ഞങ്ങൾ ദൈവകൃപയാൽ ഇപ്പോഴും അവിടെയുള്ള പ്രിയപ്പെട്ടവർ വളരെ സന്തോഷത്തോടു കൂടെ കൂട്ടായ്മയിൽ മുൻപോട്ട് പോകുന്നു എന്ന് പറയാനും എനിക്ക് സന്തോഷമുണ്ട്. കർത്താവ് ആക്കുന്ന സ്ഥാനങ്ങളിൽ മുൻപോട്ട് വിശ്വസ്തയോടെ ജീവിപ്പാൻ നിങ്ങളുടെ പ്രാർത്ഥനയെ ഞാൻ ക്ഷണിക്കുന്നു. ഈ കർത്താവിന്റെ വേലയോട് അനുബന്ധമായ ശുശ്രൂഷകളിൽ ഏർപ്പെടാൻ കഴിഞ്ഞത് ഏതാണ്ട് ഒരു സാഹിത്യ രംഗത്തെ കുറിച്ച് പ്രിയ സന്തോഷ് ഓർപ്പിച്ചു. സാഹിത്യ രംഗം എന്ന് പറയുന്ന ഒരു 30 വർഷത്തോളമായിട്ട് ക്രിസ്തീയ സാഹിത്യ രംഗത്ത് കർത്താവ് തരുന്ന കൃപയ്ക്കനുസരിച്ച് പ്രവർത്തിച്ചു വരുന്നു. നമ്മുടെ മിക്കവാറുമുള്ള ആനുകാലികളിലെല്ലാം തന്നെ ഞാൻ എഴുതിയിട്ടുണ്ട്. ഒരു കൺസ്ട്രക്റ്റീവ്
ക്രിട്ടിക്കൽ ആർട്ടിക്കിളാണ് ഞാൻ എഴുതിക്കൊണ്ടിരുന്നത്. അതാണ് എഴുത്തുകളിൽ അധികമെങ്കിലും ഒരിക്കലും സഭ്യമായ ഭാഷയോ ശൈലിയോ നഷ്ടമാകാതിരിക്കാൻ എപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരു പക്ഷെ വായിക്കുന്നവർക്ക് ഇന്ന ആളാണെന്ന് തോന്നുമെങ്കിലും അവരുടെ പേരെഴുതി അവരെ ആക്രമിക്കുന്ന, അവരെ ആക്ഷേപിക്കുന്ന ഒരു രീതി എനിക്ക് ലഭിച്ചിട്ടില്ലാത്തത് കൊണ്ട് ആ കാര്യം ചെയ്തു. എന്നാൽ അത് കൊറോണയുടെ ഭാഗം വന്നപ്പോൾ അതിന്റെ പ്രിന്റിങ്ങിൽ നിന്നും അതിനുശേഷം ഈ ശാരീരികമായ പ്രശ്നങ്ങൾ വന്നതോടുകൂടെ അതിന്റെ ആ പബ്ലിഷിംഗ് തന്നെ ഏതാണ്ടൊക്കെ മുടങ്ങി കിടക്കുകയാണ്. കർത്താവ് അനുവദിച്ചാൽ തുടരണം. അതിന്റെ ലേബലിലാണ് നമ്മുടെ ഈ ഓൺലൈൻ മീറ്റിംഗ് മുമ്പോട്ട് പോകുന്നത്. ഞാൻ അതൊരു വാക്ക് പിന്നീട് പറയാം. അതിനോടൊപ്പം തന്നെ എഴുത്തുകളോടൊപ്പം തന്നെ ആർട്ടിക്കിളൊക്കെ എഴുതുമെങ്കിലും അത് പോരാ എന്ന് പല ദൈവദാസന്മാരും ആവശ്യപ്പെട്ടു. ഞാൻ പഠിപ്പിക്കുന്ന പല വിഷയങ്ങളും എഴുതാൻ അവരാവശ്യപ്പെട്ടു. അങ്ങനെ ക്രിസ്തീയ കൂട്ടായ്മ ഒരു ഉൾക്കാഴ്ച, പൗലോസ് അനുകരണീയനായ പൗലോസ് എന്നാണ് ആ പുസ്തകം, എന്ന 2 പുസ്തകങ്ങൾ എഴുതാനായിട്ട് കർത്താവ് കൃപ ചെയ്തു. ഏതാണ്ട് 2000-ലധികം കോപ്പികൾ, ഈ പുസ്തകങ്ങളുടെ ഓരോ പുസ്തകങ്ങളുടെയും കോപ്പികൾ പുറത്തിറങ്ങി. ഞാൻ പുസ്തകം വിൽക്കുന്ന ആളല്ല. അതിന്റെ അത്യാവശ്യം ചെലവ് കിട്ടിയാൽ പിന്നെ ഞാൻ വിൽക്കാറില്ല. മാത്രമല്ല ഏതാണ്ട് ഒരു 28ഓളം ഗാനങ്ങൾ എഴുതാൻ കഴിഞ്ഞ അനേക വർഷങ്ങളായിട്ട് ദൈവം അവസരം നൽകി. അതിൽ ചില ഗാനങ്ങളാണ് ഇന്ന് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു സന്തോഷമുള്ളത്, മലയാള ക്രിസ്തീയ പ്രസിദ്ധീകരണ രംഗത്ത് ആദ്യമായി പുസ്തകങ്ങളുടെ ഓഡിയോ പുറത്തിറക്കാനുള്ള ഭാഗ്യവും ഞങ്ങൾക്കുണ്ടായി. മലയാളം മനസ്സിലാകും, എന്നാൽ മലയാളം വായിക്കാനായിട്ട് കഴിയാത്ത കേരളത്തിന് പുറത്ത് കഴിയുന്ന ദൈവമക്കൾക്കായിട്ട്, മാത്രമല്ല ഈ ബിസി ലൈഫിൽ, തിരക്കുള്ള ജീവിതത്തിൽ ഇരുന്ന് വായിക്കാൻ കഴിയാത്തവരെയും കൂടെ ഞങ്ങൾ പരിഗണിച്ചുകൊണ്ട് ഇതിന്റെ MP3 ലേഖകനായ എൻ്റെ ശബ്ദത്തിൽ തന്നെ അതിന്റെ ആ സ്ട്രെസ് കൊടുക്കേണ്ട ഭാഗങ്ങളിൽ അതിന്റെ ആ മോഡിഫൈ ചെയ്ത് തന്നെ അതിന്റെ മോഡറേഷനിൽ ആ പുസ്തകം ഓഡിയോ ഇറക്കി ദൈവജനത്തിന്. അത് എനിക്ക് തോന്നുന്നു 100 കണക്കിന് കോപ്പികൾ, ഒരു 10,000 കോപ്പിയെങ്കിലും അതിന്റെ പുറത്ത് പോയിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. ഇതൊന്നും വിൽക്കുന്നതല്ല, ഫ്രീ ആണ്. ഒരു കാര്യം നിങ്ങളോട് ആവശ്യപ്പെടട്ടെ, MP3 ആവശ്യമുള്ളവർ, ഈ പുസ്തകത്തിന്റെ MP3 ആവശ്യമുള്ളവരോ ഈ പുസ്തകങ്ങളുടെ PDF സോഫ്റ്റ് കോപ്പി ആവശ്യമുള്ളവരോ എൻ്റെ വാട്സപ്പ് നമ്പറിലോ എൻ്റെ മെയിലിലോ നിങ്ങൾ ബന്ധപ്പെട്ടാൽ നിങ്ങൾക്കിത് ലഭ്യമാകുന്നതാണ്. പിന്നീട് യൂട്യൂബിൽ ഇത് വരുന്നത് കൊണ്ട് ആർക്കെങ്കിലും താല്പര്യപ്പെട്ടെങ്കിൽ അവർക്ക് ബന്ധപ്പെടാൻ ഞാൻ എൻ്റെ നമ്പറും മെയിൽ ID ഒന്ന് പറയാം. നിങ്ങൾ പല പ്രാവശ്യം കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ. എൻ്റെ നമ്പർ 9446668224. പിന്നീട് ഇതിനകത്ത് ഇപ്പോൾ പങ്കെടുക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പിന്നീട് ചാറ്റ് ബോക്സിൽ മീറ്റിംഗിന് ശേഷം അല്പസമയം ഉണ്ടാകുമല്ലോ, അപ്പോൾ ചോദിച്ചാൽ നിങ്ങൾക്ക് അത് തരുന്നതാണ്. ഇത് ആണ് ഈ നിലയിൽ മുമ്പോട്ട് സാഹിത്യ രംഗത്ത് പ്രവർത്തിക്കാൻ കർത്താവ് അനുകൂലമായ ഒരു സാഹചര്യം നൽകി. എന്നോട് ഇന്ന് സന്തോഷം പറഞ്ഞപ്പോൾ ഇങ്ങനെ പറഞ്ഞു, സുവിശേഷ വയലിലെ അനുകൂലവും പ്രതികൂലമായ സാഹചര്യങ്ങളൊക്കെ അതിന്റെ പ്രതികരണങ്ങളൊക്കെ പറയണം എന്ന് പറഞ്ഞു. നമ്മുടെ മുൻപിലധികം സമയമില്ല, അതുകൊണ്ട് മാത്രമല്ല പ്രതികൂല സാഹചര്യങ്ങളെ കുറിച്ച് ഞാൻ അധികം പറയുന്നില്ല. കാരണം പ്രതികൂല സാഹചര്യങ്ങൾ എല്ലാവർക്കും ഉള്ളതുപോലെ എനിക്കും ഉണ്ടാകുന്നുണ്ടെങ്കിലും അവിടെയെല്ലാം അധികമായ ദൈവകൃപ നൽകി അതിനെ തരണം ചെയ്യാനായിട്ട് കർത്താവ് സഹായിച്ചതുകൊണ്ട് ഞാൻ ആ പ്രതികൂലത്തേക്കൊന്നും പറയുന്നില്ല. മുമ്പോട്ട് പോകണോ, സുവിശേഷ വേല നീ തുടരണോ എന്ന് ചിന്തിച്ച നാളുകൾ വരെയും ഉണ്ടായിരുന്നു. എന്നാൽ അവിടെ എല്ലാം തക്ക സമയത്ത് എൻ്റെ കൃപ നിനക്ക് മതി. ഞാൻ എൻ്റെ സ്ഥലം സഭയിൽ കഴിഞ്ഞ ആഴ്ച പ്രസംഗിച്ചത് അതാണ്. നമ്മുടെ കുന്നുപോലെയുള്ള ഏത് പ്രശ്നങ്ങൾക്കും കർത്താവിന് പറയാനുള്ള ഒരു കാര്യം, ഇറ്റ് ഈസ് ഇനഫ് ദാറ്റ് മൈ ഗ്രേസ് ഈസ് ഇനഫ്. എന്റെ കൃപ മതിയെങ്കിൽ അതിനപ്പുറത്ത് വേറെ ഒന്നും ആവശ്യമില്ലല്ലോ. സോ പ്രതികൂലത്തെ കുറിച്ച് പറയാനാണെങ്കിൽ ഇവിടെ ഇരുന്ന് ഒരു 10 മണിക്കൂർ പറയാൻ എനിക്കുണ്ട്. പക്ഷെ അത് പറയാനായിട്ട് എന്റെ മുമ്പിൽ വാക്കുകളില്ല. കാരണം ദ ഗ്രേസ് ഈസ് സഫിഷ്യന്റ്. മൈ പവർ, മൈ സ്ട്രെങ്ത് ഈസ് സഫിഷ്യന്റ് ഫോർ യു. അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് ഒന്നും പറയാൻ താല്പര്യമില്ല. പിന്നെ അനുകൂല സാഹചര്യങ്ങളെ കുറിച്ച് പറഞ്ഞെന്ന് പറഞ്ഞാൽ, കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ എനിക്ക് വളരെ ചാരിതാർത്ഥ്യത്തോടെ അഭിമാനത്തോടെ പറയാൻ ഒരുപിടി വിശ്വാസികൾ, ഒരുപിടി ദൈവമക്കൾ, ദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള വിവിധ സമൂഹങ്ങളിൽപ്പെട്ട ഒരുപിടി ആളുകൾ ദൈവസന്നിധിയിൽ ഉണ്ടാകും എന്നെനിക്ക് ബോധ്യമുണ്ട്. അതിന്റെ പിന്നിൽ ദൈവം നൽകിയ കൃപ അത് വിവരണാതീതമാണ്. മാത്രമല്ല
അതിനെനിക്ക് കർത്താവിന്റെ വേലയിൽ പ്രോത്സാഹിപ്പിച്ചവർ, കൈത്താങ്ങൽ നൽകിയവർ, അയ്യോ എത്രയേറെയാണ്, എത്ര അധികമാണ്. അവരെ മറക്കാനായിട്ട് കഴിയുകയില്ല. കഴിഞ്ഞ 35-ലധികം വർഷങ്ങളായി ബ്രദറൻ സമൂഹത്തോട് ചേർന്നാണ് ഞാൻ പ്രവർത്തിക്കുന്നത്, ജീവിക്കുന്നത്. എൻ്റെ ജീവനും ജീവിതവും എല്ലാം ഈ സമൂഹത്തോട് ചേർന്ന് 10 വർഷത്തിലധികമായി. ഇത് നിങ്ങൾ കൊട്ടേഷനിൽ ഇടണം. ഒരു നെഗറ്റീവ് കോൺസെപ്റ്റിലേക്ക് നിങ്ങൾ ആരും ചിന്തിക്കരുത് എന്ന അപേക്ഷയോടെ ഞാൻ പറയട്ടെ. 10 വർഷത്തിലധികമായി ബ്രദറൻ സമൂഹത്തിന്റെ വ്യവസ്ഥാപിതമായ ഒരു ഫണ്ടിലും ഞാൻ അംഗമല്ല. ഇന്ന് എറണാകുളം ജില്ലയിൽ എറണാകുളത്തെ ബേസ് ചെയ്ത ഒരു ഫണ്ടിന്റെ സുവിശേഷക മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഞാനതിലുണ്ടായിരുന്നില്ല. എന്നെ പലരും വിളിച്ചു, എന്നെ കാണാത്തതും. പക്ഷെ ഈ ഫണ്ടുകളിൽ ഒന്നും ഞാനില്ല. പരിവേദനമല്ല എന്ന് ഞാൻ പറയട്ടെ. എന്നാൽ അങ്ങനെ ഒരു ഫണ്ടിലും അംഗമല്ലാത്ത എനിക്ക് എനിക്കും എന്റെ കുടുംബത്തിനും ശുശ്രൂഷയിലും വിശ്വാസ ജീവിതത്തിലും നിലനിൽക്കാനായിട്ട് ദൈവജനത്തിന്റെ സഹായമല്ലാതെ ഒന്നും ചൂണ്ടിക്കാണിക്കാനായിട്ടില്ല. അത് പറയുമ്പോൾ ദൈവജനത്തിലൂടെ അനുഭവിച്ച ദൈവിക കരുതലുകൾക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാകയില്ല. എന്നും എന്നെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വാക്യമുണ്ട്. സാം 118:6. എന്നെ സഹായിക്കുന്നവരോട് കൂടെ യഹോവ എന്റെ പക്ഷത്ത്. ഞാൻ എപ്പോഴും ഉദ്ധരിക്കാറുള്ള ഒരു വാക്കാണ്. The Lord is taketh my part with them that those help me. എന്നെ സഹായിക്കുന്നവരോട് കൂടെ യഹോവ എന്റെ പക്ഷത്തുണ്ട്. ദൈവം എനിക്കൊന്നും നേരിട്ട് തരാറില്ല, എല്ലാം ദൈവജനത്തിലൂടെയാണ് നൽകി തരുന്നത്. അതുകൊണ്ട് ഞാൻ ആ കാര്യത്തിൽ പൂർണ്ണ തൃപ്തനാണ്. കർത്താവ് തന്റെ വേലയ്ക്ക് വേണ്ടി എന്നെ വിളിച്ചിറക്കുകയായിരുന്നു, ഞാൻ ഇറങ്ങിയതല്ല. ഒരു യജമാനൻ എന്ന നിലയിൽ ദൈവം എന്നും സമ്പൂർണ്ണ വിശ്വസ്തനാണ്. ഈ ദീർഘമായ ശുശ്രൂഷയുടെ മധ്യത്തിൽ 35 വർഷം കഴിഞ്ഞു ഞാൻ കുടുംബജീവിതത്തിലായിട്ട്. ഞാൻ ഇന്ന് താമസിക്കുന്നത് 36ാമത്തെ വാടക വീട്ടിലാണ്. ആഫ്റ്റർ 35-36 years ആയി ഞാൻ കുടുംബജീവിതമാകുന്നു. ഐ എം ലിവിംഗ് ഇൻ മൈ 36th rented building. ഒരു ഫണ്ടിലും എന്റെ പേരില്ല. പക്ഷെ മാസം തോറും ഭീമമായ ഒരു തുക വാടകയ്ക്ക് കൊടുക്കാൻ ആവശ്യമുള്ള ഞാൻ ഇന്നുവരെയും ലജ്ജിക്കാനായിട്ട് ദൈവം അനുവദിച്ചിട്ടില്ല. അതോർക്കുമ്പോൾ ദൈവജനത്തോടും ദൈവത്തോടും എത്ര നന്ദി പറഞ്ഞാൽ മതിയാകും. അന്നന്ന് വേണ്ടുന്നത് തന്ന് പുലർത്തുകയാണെന്ന് പറഞ്ഞാൽ അതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് ഞാൻ എൻ്റെ ആ സാക്ഷ്യവാചകങ്ങൾ ഇവിടെ നിർത്തേണ്ടിയിരിക്കുന്ന ഒരു ഗാനം കൂടെ നമുക്ക് കേൾക്കേണ്ടതായിട്ട്. അതുകൊണ്ട് നമുക്ക് ആ ഗാനത്തിലേക്ക് പോകാം. സമയത്തിന്റെ ആ പരിമിതി നമ്മുടെ മുൻപിൽ ഏറെ ഉണ്ടല്ലോ. പ്രിയ അസനത്ത് തന്നെ നമുക്ക് വേണ്ടി ഒരു ഗാനം കൂടെ ആലപിക്കും. ഞാൻ അതിന്റെ പിന്നാമ്പുറം കൂടെ ഒന്ന് സൂചിപ്പിക്കണം. കർത്തനൻ തുണ ജീവന്റെ ബലമാണ് ബാണവൻ. അതാണ് വരികളുടെ ആരംഭം. ചില വർഷങ്ങൾക്ക് മുമ്പ് പതിവ് പോലെ കേരളത്തിലെ പുറത്ത് വളരെ വർഷങ്ങൾക്ക് മുമ്പാണ്. എന്റെ പഴയ പാട്ടാണിത്. ശുശ്രൂഷകൾക്ക് പുറപ്പെടുന്നതിനായിട്ട് സഭയിൽ ഉത്തരവാദിത്തപ്പെട്ടവരൊക്കെ ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥനയ്ക്കായിട്ട് കൂടി. പ്രാർത്ഥനയ്ക്ക് ശേഷം ഒരു അവിടെ ഉണ്ടായിരുന്ന ദൈവദാസൻ ഒരു കവർ എടുത്ത് എൻ്റെ തന്നു. ഒരു ഇമെയിൽ കവർ, പഴയ എയർമെയിൽ കവർ. സ്വാഭാവികമായി ദൈവദാസന്മാരുടെ ചിന്ത എന്തായിരിക്കും? നാളെ യാത്ര ചെയ്യണം, ആ യാത്രയ്ക്കുള്ളൊരു യാത്രാ ചെലവിന്റെ സഹായമായിരിക്കും എന്നാണ് സ്വാഭാവികമായി കരുതുക, അല്ലേ? എന്നാൽ ഞങ്ങൾ പുറത്തിറങ്ങി ഞാൻ ആ കവർ പൊട്ടിച്ചു. അതിനകത്ത് ഒരുപിടി പേപ്പർ ഉണ്ടായിരുന്നു. കറൻസി അല്ല, ഒരുപിടി പേപ്പർ. അദ്ദേഹത്തിൽ ലഭിച്ച തെറ്റായ ചില ധാരണകൾ, എങ്ങനെയോ ചില ധാരണകൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ വന്നു. അതിനനുസരിച്ച് ഒരുപിടി വാചകങ്ങളായിരുന്നു. ഹൃദയത്തെ മുറിവേൽപ്പിക്കുന്ന, നിരാശപ്പെടുത്തുന്ന ഒരുപിടി വാചകങ്ങൾ. ഹൃദയം തകർത്തു. നാളെ രാവിലെ എനിക്ക് യാത്ര ചെയ്യണം. ഞാൻ അവിടെ ഉണ്ടായിരുന്ന കൂട്ടുമൂപ്പനോട് ഈ കാര്യം ഷെയർ ചെയ്തു. അദ്ദേഹം പറഞ്ഞു, ബ്രദർ, ഈ കാര്യം ഒന്നും ഇപ്പം മൈൻഡ് ചെയ്യേണ്ട, ശുശ്രൂഷയ്ക്ക് വേണ്ടി പോകാൻ ഒരുങ്ങുകയല്ലേ, തയ്യാറാകുക എന്ന് പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം രാവിലെ ഈ കുറ്റപ്പെടുത്തുന്ന വാക്കുകൾ, നിരാശപ്പെടുത്തുന്ന ശാപം നിറഞ്ഞ വാക്കുകൾ ഹൃദയത്തെ വല്ലാതെ മതിച്ചു. ഒരു ശുശ്രൂഷയ്ക്ക് പോകുന്നതിന് മുൻപാണെന്ന് ഓർക്കണം. എന്നാൽ ഞാൻ ശുശ്രൂഷയ്ക്ക് പോയി. ഏതാണ്ട് 1.5 മാസത്തോളം ഞാൻ കേരളത്തിൽ പുറത്തായിരുന്നു. എനിക്ക് മലയാളവും തമിഴും അത്യാവശ്യം ബ്രോക്കൺ ഇംഗ്ലീഷും അല്ലാതെ മറ്റൊന്നും എനിക്കറിയില്ല. ഇന്ത്യയിലെ ഹിന്ദി പോലും 10-30 വർഷമായിട്ട് വടക്കേന്ത്യ പോകുന്നതിൽ എനിക്കറിയില്ല. 1.5 മാസത്തോളം മലയാളം മാത്രം അറിയാവുന്ന എനിക്കൊരു മലയാളം ഞാൻ മറന്നുപോയി എന്ന് പറയട്ടെ. അതുപോലെ ശുശ്രൂഷകൾ തികയ്ക്കുവാൻ കർത്താവ് കൃപ ചെയ്തു.
മടങ്ങി വരുമ്പോൾ, വളരെ വിജയത്തോടെ കർത്താവ് ഉപയോഗിച്ചതോർത്ത് മടങ്ങി വരുമ്പോൾ എഴുതിയ ഗാനമാണ് ഈ ഗാനം. അതിന്റെ വരികൾ നിങ്ങൾ ശ്രദ്ധിക്കണം. എനിക്ക് വിശദീകരിക്കാൻ സമയമില്ല, കാരണം അധികം സമയമെടുക്കും. ദൈവമക്കളെ, ഒരു കാര്യം പറയട്ടെ. ദൈവം സഹായിച്ചു. ഞാൻ മടങ്ങി വന്നതിന് ശേഷം മേൽ സൂചിപ്പിച്ചതായ ആ ദൈവദാസനുമായിട്ട് സംസാരിച്ച് ധാരണപ്പശകളൊക്കെ പരിഹരിച്ചു. അദ്ദേഹത്തോട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞു. എനിക്ക് പറയാൻ പിന്നീട് സമയം ഉണ്ടായിരുന്നില്ല, കാരണം രാത്രിയിലാണ് ഈ സംഭവം. പിറ്റേ ദിവസം രാവിലെ എനിക്ക് പോകണമായിരുന്നു. എന്നാൽ ഞാൻ വന്നതിന് ശേഷം ആ ദൈവദാസന്റെ അടുക്കൽ പോയി കാര്യങ്ങളൊക്കെ സംസാരിച്ച് ദിവസങ്ങൾ എടുത്തു, എങ്കിലും അത് പരിഹരിച്ച് വളരെ ഹൃദ്യമായ കൂട്ടായ്മയിൽ വർഷങ്ങളോളം മുൻപോട്ട് പോയി. അതിനുശേഷം ആ പ്രിയ ദൈവദാസൻ ദൈവസന്നിധിയിലേക്ക് മാറ്റപ്പെടുകയായിരുന്നു. എനിക്ക് അതിലും വലിയ പ്രാഗൽഭ്യമുണ്ട്. ഈ ഗാനവും ഞങ്ങൾക്ക് വേണ്ടി സാധാരണ പാടുന്നത് പ്രിയ അമ്മുവാണ്, ആൻ അലക്സ് ആണ്. എന്നാൽ ഇന്ന് നമുക്ക് വേണ്ടി പ്രിയ മകൾ ആസനത്ത് ഈ പാട്ട് നമുക്ക് വേണ്ടി പാടുന്നു. ഒന്നിട്ട് വാചകങ്ങളൂടെ പറഞ്ഞ് ഞാൻ അതിനുശേഷം ക്ലോസ് ചെയ്യാം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പ്രിയ മകൾ ആസനത്ത്. Praise the Lord. കർത്തനിൻ തുണ പേടിക്കയില്ല, ജീവന്റെ ബലമാണവൻ. ജീവൻ തന്നവൻ ഓടുവേലോളം കാത്തോവൻ ശക്തനാണെന്നും. തിരുക്കരത്തിൽ വഹിക്കുമവൻ, കൺമണി പോലെ കാക്കും. കർത്തനിൻ തുണ പേടിക്കയില്ല, ജീവന്റെ ബലമാണവൻ. ലോകത്തിൽ കഷ്ടമുണ്ട്, അതിൽ ദൈവത്തിൻ ഹിതവുമുണ്ട്. ലോകത്തിൽ കഷ്ടമുണ്ട്, അതിൽ ദൈവത്തിൻ ഹിതവുമുണ്ട്. ആശ്രയിച്ചിടാം കർത്തൻ കൃപയിൽ, ആശ്വാസം അകലെയല്ല.
സ്വഭാവം പുലർത്തിടാം നാമെന്നും ആത്മബലം കായിച്ചിടാം. കർത്തനിൻ തുണ പേടിക്കയില്ല, ജീവന്റെ ബലമാണവൻ. സുവിശേഷ സാക്ഷികളായി എങ്ങും പോയിടാം ധൈര്യമായി. സുവിശേഷ സാക്ഷികളായി എങ്ങും പോയിടാം ധൈര്യമായി. ലോകത്തെ നേടാം കർത്താവിനാൽ പ്രതിഫലം പ്രാപിച്ചിടാം. കർത്തനിൻ തുണ പേടിക്കയില്ല, ജീവന്റെ ബലമാണവൻ. ജീവൻ തന്നവൻ ഓടുവിലോളം കാക്കുവൻ ശക്തനാണെന്നും. Praise the Lord. Thank you. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു. പ്രിയമകൾ വളരെ മനോഹരമായിട്ടാണ് പാടി. എന്താ പറയുന്നത്, ഈ പാട്ട് പ്രിയമകൾക്ക് പാടി പഠിക്കാനായിട്ട് കിട്ടിയത് ഇന്നത്തെ ഒരു പകലാണ്. എത്ര അഭിനന്ദിച്ചാലും മതി വരികയില്ല. താങ്ക് യു. എന്റെ സാക്ഷ്യത്തിന്റെ വാക്കുകൾ അവസാനം ഞാനിവിടെ ഉപസംഹരിക്കുമ്പോൾ ഒരു വാക്ക് പറയാം, ഒരു മെസ്സേജ് പാസ് ചെയ്യാനും കഴിയുന്നത് എനിക്ക് താല്പര്യമുള്ളത്, The God is faithful. ദൈവം വിശ്വസ്തനാണ്. കണ്ണുനീർച്ചാലുകൾ ഒഴുക്കിയ മുട്ടിന്മേൽ മാത്രം നിന്ന ദിവസങ്ങൾ എനിക്കും എൻ്റെ ഭാര്യയ്ക്കും. പക്ഷെ ദൈവം ഞങ്ങളെ ഇന്നയോളം സൂക്ഷിച്ചു. ഒരു പരാതിയും ദൈവത്തോട് ഇല്ല, മനുഷ്യരോടുമില്ല. ഞങ്ങൾക്കൊരു ഓൺലൈൻ മീറ്റിംഗ് പോകുന്നുണ്ട്, സാന്ത്വനം വചനധാര, തിങ്കൾ മുതൽ വെള്ളി വരെ. അതിന്റെ ഡീറ്റെയിൽസ് ഒന്നും പറയാൻ എനിക്ക് വാസ്തവത്തിൽ സമയമില്ല. എന്നോടുകൂടെ തുടക്കം മുതൽ 1-ാം ദിവസം മുതൽ ആ ശുശ്രൂഷയിൽ പങ്കുകാരനായ പ്രിയ സഹോദരൻ ടൈറ്റസ് ദേവശിഖാമണി ഇവിടെ നമ്മളോട് കൂടെ ഉണ്ട്. ഇതിന്റെ കോർഡിനേറ്ററായിട്ട് കഴിഞ്ഞ നാളുകളായിട്ട് പ്രവർത്തിക്കുന്ന അലക്സ് ബിലായി നമ്മളോട് കൂടെ ഉണ്ട്. ഞങ്ങൾ വളരെ ചരിതാർത്ഥ്യമുണ്ട്. അനേകർക്ക് ഈ ശുശ്രൂഷ അനുഗ്രഹമായി തീരുന്നു എന്ന് പറയട്ടെ. നിങ്ങൾക്ക് ആ ശുശ്രൂഷയിലേക്ക് സ്വാഗതം. കർത്താവ് അനുവദിക്കത്തോളത്തോളം മുമ്പോട്ട് പോകാനായിട്ട് കർത്താവിൽ ആഗ്രഹിക്കുന്നു. ഈ അവസരത്തിന് ഏറെ നന്ദി പറയുന്നു. Now it is over to brother സന്തോഷ് കൊട്ടാരക്കര. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വളരെ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ കർത്താവിന്റെ ദാസന്റെ ജീവിതാനുഭവങ്ങളിലൂടെ പ്രിയ കുഞ്ഞുങ്ങളുടെയും സഹോദരിമാരുടെയും അനുഗ്രഹീതമായ സ്വരവീജികളിലൂടെ യാത്ര ചെയ്യുകയായിരുന്നു. ഞാൻ ഓർക്കുകയായിരുന്നു, ദൈവദാസന്മാരെ വിശ്വസ്തയോടെ കർത്താവിന്റെ വയലിൽ അധ്വാനിക്കുന്ന ദൈവദാസന്മാരെ നടത്തുന്ന വിധങ്ങൾ. കർത്താവ് മോശയോട് പറഞ്ഞു, നീ വിക്കനാണ്, എനിക്കറിയാം, പക്ഷെ ഞാൻ നിന്റെ കൂടെ ഇരിക്കും. കർത്താവിന് അവനോട് കൂടെ ഉണ്ടായിരുന്നു. എല്ലാ പ്രതിസന്ധികളിലും സന്തോഷത്തിലും സന്താപത്തിലും ദുഃഖത്തിലും കർത്താവ് മോശയോടുകൂടെ ഇരുന്നു. അവന്റെ മരണം അടക്ക കാര്യങ്ങളിലും കർത്താവ് കൂടെയിരുന്നു. യോശുവയോട് പറഞ്ഞു, ഞാൻ മോശയോടുകൂടെ ഇരുന്നതുപോലെ ഞാൻ നിന്നോടുകൂടെയും ഇരിക്കും. യോശുവയോടുകൂടെയും ദൈവം ഇരുന്നു. ഇസ്രായേൽ ജനത്തിനെ കനാൻ യുദ്ധം ചെയ്ത് അവരെ മുഴുവൻ കീഴ്പ്പെടുത്തി വിജയിപ്പിച്ച് ആ ഓരോ ഗോത്രങ്ങൾക്ക് അവകാശം നൽകി യോശുവ. എന്ന് പറഞ്ഞാൽ തനിക്ക് കൊടുത്ത ആ വലിയ കർത്തവ്യം വിജയത്തോടെ യോശുവ പൂർത്തീകരിച്ചു.
ഒടുവിൽ താനൊന്ന് ശാന്തനായി ഇരിക്കുവാൻ ആഗ്രഹിച്ചപ്പോൾ യോശുവയുടെ പുസ്തകത്തിൽ നാം വായിക്കുന്നത് മഹാപുരോഹിതൻ അഹരോനും ശേഷം ജനത്തിന്റെ മൂപ്പന്മാരും കൂടി ഒരു തീരുമാനമെടുത്തു. യോശുവ ഈ ദേശം കീഴ്പ്പെടുത്തി നമുക്ക് തന്നു, നമ്മുടെ ഗോത്രങ്ങൾക്കെല്ലാം അവകാശം തന്നു. നാം എന്ത് യോശുവയ്ക്ക് കൊടുത്തു? അവര് യോശുവയ്ക്ക് തങ്ങളുടെ അവകാശത്തിൽ നിന്ന് യോശുവ ആഗ്രഹിച്ചിരുന്ന ഒരു നല്ല സ്ഥലം യോശുവയ്ക്ക് അവകാശമായിട്ട് കൊടുത്തു. ആ സ്ഥലത്ത് താനും തന്റെ കുടുംബവും സന്തോഷമായിട്ട് വസിച്ചു. നാം വായിക്കുന്നു, ഞാനും എന്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. അദ്ദേഹം എല്ലാം മരിച്ചടക്കപ്പെട്ടതും അതേ സ്ഥലത്താണ്. ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു, കർത്താവ് ദൈവമക്കളോടുകൂടെ ദൈവദാസന്മാരോടുകൂടെയുണ്ട്. അവരുടെ എല്ലാ ആവശ്യങ്ങളിലും കർത്താവ് കൂടെയുണ്ട്. തക്ക സമയത്ത് അതിശയകരമായിട്ട് വഴി നടത്തുവാൻ ദൈവം ഇന്ന് രാത്രി കർത്താവിന്റെ ദാസന്റെ ജീവിത അനുഭവങ്ങളിലൂടെ ഇരുന്നതുപോലെ നമ്മോടുകൂടെയുമുണ്ട്. ഈ സാക്ഷി നമ്മെ ചൂണ്ടിക്കാണിക്കുന്നതാണ്. ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ ജീവിക്കുവാൻ താല്പര്യപ്പെടുന്ന ആരുടെ ജീവിതത്തിലും നമ്മുടെ കർത്താവ് കൂടെയുണ്ട്. ഒരിക്കലും കൈവിട്ട് കളയാതെ, ഒരു നിമിഷം പോലും കണ്ണ് മാറുവാനിടയാകാതെ കർത്താവ് കൂടെയുണ്ട്. കണ്ണിന്റെ കൃഷ്ണമണി പോലെ ദൈവം നമ്മെ സൂക്ഷിക്കും. അനുഗ്രഹീതമായ നിലയിൽ ഗാനങ്ങൾ ആലപിച്ച പ്രിയ കുഞ്ഞുങ്ങളെയും സഹോദരിമാരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം നിങ്ങളെ ഏറ്റവും അനുഗ്രഹിക്കട്ടെ. പ്രിയ അലക്സ് ബെല്ലറിനെയും കാണുവാനും പ്രിയ കുഞ്ഞുങ്ങളുടെ ഗാനം കേൾക്കുവാനും ഇടയായതിൽ ഞാനും ദൈവത്തെ സ്തുതിക്കുന്നു. മാത്രമല്ല, അനുഗ്രഹീതമായ ജീവിത അനുഭവങ്ങളിലൂടെ കടന്നു പോവുകയായിരുന്നു. ഏകദേശം 28 പാട്ടിന്റെ അനുഭവങ്ങളും കഥകളും കേൾക്കേണ്ടതാണ്, പക്ഷെ സമയമില്ല. 4 പാട്ടിന് മാത്രമേ കേട്ടുള്ളൂ. ഇനി 24 പാട്ടുകൾ അവശേഷിക്കുന്നു. കർത്താവിന്റെ വരവ് താമസമെങ്കിൽ വീണ്ടും ആ ഗാനങ്ങളുടെ അനുഭവമായിട്ട് നാം വീണ്ടും കടന്നു വരും. ഇന്ന് രാത്രിയിൽ നമ്മോടുകൂടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം നിങ്ങളെ ഇവരെ അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ ദാസൻ കെയിം ജോർജാൻ നമ്മോടുകൂടെയുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു ഒരു വാക്ക് പ്രാർത്ഥിച്ച് ഈ ശുശ്രൂഷ കർത്താവിന്റെ ദാസനെ അവസാനിപ്പിക്കും. അതിനായിട്ട് കർത്താവിന്റെ ദാസനെ പ്രാർത്ഥനയോടെ ക്ഷണിക്കുന്നു. കർത്താവിന്റെ വരവ് താമസമെങ്കിൽ അടുത്ത ശനിയാഴ്ചയിൽ മറ്റൊരു ജീവിത അനുഭവമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ഈ ശുശ്രൂഷയെ നിങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കണം. പലവിധമായ ശുശ്രൂഷകൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും ഒക്കെ ഉണ്ടാകാറുണ്ടെങ്കിലും ദൈവം വിശ്വസ്തനായി കഴിഞ്ഞ നാളിൽ കൂടെയുണ്ട്. ഒരു വാക്കൂടെ ഞാൻ ഓർപ്പിക്കട്ടെ, ജീവിത സാക്ഷ്യങ്ങളാണ് ഈ പ്രോഗ്രാമിലൂടെ ഷെയർ ചെയ്യുന്നത്. അനേകർ വിളിക്കും, ഓരോ ദിവസവും കേട്ട ജീവിത സാക്ഷ്യം അത് എന്റെ ജീവിതത്തിൽ വളരെ പ്രാധാന്യമുണ്ടായി, ഒന്ന് ടച്ച് ചെയ്യുവാനിടയായി. അത് തന്നെയാണ് എന്റെയും ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന. നമ്മുടെ സാക്ഷ്യം അനേക സാക്ഷ്യങ്ങളെ ശക്തിപ്പെടുത്തുന്നതാകട്ടെ, രൂപാന്തരപ്പെടുത്തുന്നതാകട്ടെ. തീർച്ചയായിട്ടും ഇനി അനേക ദൈവദാസന്മാര് തങ്ങളുടെ ജീവിത അനുഭവമായിട്ട് നമ്മുടെ പുറകിലുണ്ട്. അവരിൽ നിന്ന് കേൾക്കുവാൻ നമുക്കിടയായി തീരട്ടെ. ഒരു കാര്യം കൂടെ, ഈ സാക്ഷ്യങ്ങൾ നിങ്ങൾ കേൾക്കുമ്പോൾ കണ്ട് അഭിപ്രായം പറഞ്ഞു പോകുവാൻ ഇടയാകാതെ ഈ ദൈവദാസന്മാർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കണം. ദൈവം അവരെ വഴി നടത്തുന്നതിന് വേണ്ടി, അവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി. ഈ അടുത്ത സന്ദർഭത്തില് ഒരു സഹോദരൻ എന്നോട് പറഞ്ഞു, നോർത്ത് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ചില ദൈവദാസന്മാരുടെ കാര്യങ്ങൾ, അവര് മലയാളികളല്ല, പക്ഷെ അവരുടെ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പോകണം, അവർക്ക് പുസ്തകം ആവശ്യമാണ്, ബാഗ് ആവശ്യമാണ്. നാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, പ്രവർത്തിക്കണം. പ്രിയപ്പെട്ടവരെ, അനേക ദൈവദാസന്മാർ അതുപോലെയുള്ള ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്നുണ്ട്. നാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ സമശിഷ്ടങ്ങളാണ് അവർ. അവരുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ പ്രാർത്ഥന ഈ ശുശ്രൂഷയ്ക്ക് ഏറ്റവും ആവശ്യമാണ്. ഈ പ്രോഗ്രാമിലൂടെ അതാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത്. ഈ ദൈവദാസന്മാർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. തീർച്ചയായിട്ടും ദൈവം അവരെ വഴി നടത്തട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പങ്കെടുത്ത എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിന്റെ ദാസൻ കെയിം ജോർജാൻ പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് ഈ ശുശ്രൂഷ അവസാനിപ്പിക്കും. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിന്റെ ദാസനെ പ്രാർത്ഥനയ്ക്കായിട്ട് ക്ഷണിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളോട് സ്നേഹിക്കുന്ന ഞങ്ങൾ സർവ്വസ്വ പിതാവാം ദൈവിക തിരുനാമത്തിന് നന്ദി വീണ്ടും അവിടുത്തെ സ്തുതിക്കുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ സായസന്ധ്യ വേളയിൽ കർത്താവിന്റെ സഞ്ജീവിയും കർത്താവിന്റെ ആ വേലിലേക്ക് വരുന്നതിന് മുമ്പ് താൻ അനുഭവത്തിൽ കൂടെ പോയ കാര്യങ്ങൾ സാക്ഷ്യമായി കർത്താവെ പറയുവാൻ തക്ക ഇടയായി. തുടർന്ന് കർത്താവ് വിളിച്ച് വേർതിരിച്ച് അവിടുത്തെ ശുശ്രൂഷയിലും വേലയിലും ആക്കി തീർത്ത കൃപയെ ഓർത്ത് ഞങ്ങൾ അവിടുത്തെ വാഴ്ത്തി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദീപ്തമായ അനുഭവങ്ങളിൽ കൂടെ കർത്താവിന്റെ ദാസനെ കടത്തിവിടുവാൻ ദൈവം സഹായിച്ചു. ഇന്ന്
10-28 തന്റെ അനുഭവത്തിൽ കർത്താവെ ഗാനങ്ങൾ രചിക്കുവാൻ എന്റെ ദാസന് കൃപ നൽകി. അത് അനേകർ കേട്ട് അനുഗ്രഹിക്കപ്പെടുവാൻ, സന്തോഷിപ്പാൻ, ആശ്വാസം കണ്ടെത്തുവാൻ ഒക്കെ മുഖാന്തരമായി തീർന്നിട്ടുണ്ട്. തുടർന്ന് തന്റെ തൂലിക ചലിക്കുവാൻ ആ കരങ്ങൾക്ക് ബലമേകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് സഹായിക്കണം. തന്റെ കുടുംബത്തെയും കൊടുത്തിരിക്കുന്ന കുഞ്ഞുങ്ങളെയും കൊച്ചുമക്കളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ പ്ലാറ്റ്ഫോറത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ സ്തോത്രം. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇത് കേട്ട് അനുഗ്രഹിക്കപ്പെടുവാൻ, ആശ്വാസം നൽകുവാൻ, കർത്താവെ കുളിരേകുവാൻ തക്കൊണ്ട് മതിയായ ആലോചന തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടെ കേൾപ്പിപ്പാൻ, സാക്ഷ്യത്തിൽ കൂടെ അത് പ്രകടിപ്പിക്കാൻ തക്കോണം ദാസനോട് ബലപ്പെടുത്തിയ കൃപയ്ക്കായി ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, അവിടുത്തെ മഹത്വം കരയിട്ടുന്നു. തുടർന്നുള്ള നാളുകളിലും കർത്താവിന്റെ പേരിലും ശുശ്രൂഷയിലും ദാസനെ കുടുംബമായി ബലപ്പെടുത്തുകയും ശക്തി നൽകിയ അനേകർക്ക് അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ, ആശ്വാസത്തിന് കാരണമായി തീരുവാൻ, കുളിരേകുവാൻ, മാനസാന്തരപ്പെടുവാൻ, ദൈവഭാഗത്തിൽ തിരിഞ്ഞു വരുവാൻ, കർത്താവെ ജീവനുള്ള ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരായി തീരുവാൻ ഞങ്ങൾ സമശിഷ്ടങ്ങളെ കർത്താവെ അവിടുന്ന് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് വിലയേദാസന്മാരെ ഓർക്കുന്നു. കർത്താവെ അരസ്പ്രദനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഈ പ്ലാറ്റ്ഫോറത്തിലെ തുടർന്ന ഈ ശുശ്രൂഷകളോട് ബന്ധിച്ച് ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്ന ടൈറ്റസ് സിഖാമണി സഹോദരനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് തന്റെ ദാസനെ ധാരാളമായ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ മീറ്റിംഗ് കർത്താവ് അവസാന വേളയിലും കർത്താവിന്റെ ദാസനെ ഇത് ലീഡ് ചെയ്യുവാൻ സന്തോഷ സഹോദരനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. തന്നെയും തന്റെ കുടുംബത്തെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ തന്റെ കർത്താവെ ആ ശുശ്രൂഷകൾ ഭംഗിയായി ലീഡ് ചെയ്യുവാൻ എല്ലാം ധാരാളമായ കൃപ തനിക്ക് നൽകുവാൻ തക്കോളം കർത്താവ് പ്രസ്താവിച്ചു. കുടുംബമായി കർത്താവ് സഹായിക്കും, ബലപ്പെടുത്തി ചെയ്യുന്നതാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ദേവദാസന്മാരെ ഒത്ത് പ്രാർത്ഥിക്കുന്നു. വിവിധ പ്രയാസങ്ങളിൽ കൂടെ, ശാരീരിക ക്ലേശങ്ങളിൽ കൂടെ ആണെങ്കിൽ തന്നെയും കർത്താവിന്റെ പേരിൽ ശുശ്രൂഷയിലായി ഈ പന്തക്കോളം അവിടുന്ന് ബലപ്പെടുത്തിയ കൃപയ്ക്കായി സ്തോത്രം. അവർ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, അവരുടെ ആവശ്യങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് സഹായിക്കണമേ. ആരും തളർന്നു പോവാതെ കർത്താവിന് വേണ്ടി നിലകൊള്ളുവാൻ ഈ അന്ത്യകാലത്ത് കർത്താവ് അടുത്തിരിക്കുന്ന കാലത്ത് കർത്താവെ ദാസന്മാരെ ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ, ധൈര്യപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉള്ളവരോടുകൂടെ കർത്താവിന്റെ ദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സഭകളായിട്ട് കർത്താവ് ദൈവജനം ഉണരുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് കൃപ നൽകണമേ, സഹായിക്കണമേ. ഇങ്ങനെയുള്ള കൂടിവരവുകൾ തുടർന്ന് ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് കൃപ നൽകണമേ. കർത്താവ് ഇത്രത്തോളം ഞങ്ങളെ സഹായിച്ച വൻ കൃപയ്ക്കായി സ്തോത്രം. അനേക സ്ഥലങ്ങളിൽ ഇരുന്ന് കർത്താവ് ഈ പ്രോഗ്രാം കർത്താവിനെ ശ്രദ്ധിച്ച കേട്ട എല്ലാ ദൈവമക്കൾക്കായി സ്തോത്രം. അവർ ധാരാളമായ അനുഗ്രഹത്താൽ നിറയ്ക്കണമേ. ഈ രാത്രി ഞങ്ങൾ വിശ്രാമത്തിനായി പിരിയട്ടെ. പ്രിയാത്തവനായി കൂടിയിരിക്കുകയും കേട്ട ഗാനങ്ങൾ, കേട്ട സാക്ഷ്യം അത് അവരുടെ ജീവിതത്തിൽ പകർത്തുകയും കർത്താവിന് വേണ്ടി നിലകൊള്ളുവാൻ, കർത്താവിന് വേണ്ടി പ്രവർത്തിപ്പാൻ, കർത്താവിന് വേണ്ടി കർത്താവ് ശബ്ദം ഉയർത്തുവാൻ ഒക്കെ മുഖാന്തരമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗാനാലപിച്ച എല്ലാ എന്റെ മക്കളെ അവിടുത്തെ തിരുക്കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. തുടർന്ന നാളിലും ഈ വലിയവനായ കർത്താവിനെ പാടി സ്തുതിപ്പാൻ അവിടുന്ന് ഇടയാക്കണമേ. അത് അനേകർ കേട്ട് ആശ്വാസം കണ്ടെത്തുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മധ്യത്തിലെ വാർദ്ധക്യ സഹജമായ പ്രയാസങ്ങളിൽ കൂടെ കടന്നു പോകുന്ന സഹോദരി സഹോദരന്മാരുണ്ട്. കർത്താവെ അവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരെ ബലഹീനതകളിൽ അവരെ സഹായിക്കും, ആശ്വസിപ്പിക്കുകയും ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ നാളുകളിൽ കർത്താവെ ദുഃഖാർത്ഥരായിരിക്കുന്ന ദുഃഖാർത്ഥരായിരിക്കുന്ന അനേക കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് സഹായിക്കണമേ. അവരെ ആശ്വസിപ്പിക്കുന്ന സകല ബുദ്ധിയും കവിഞ്ഞ ദൈവസമാധാനം കാത്തുകൊള്ളണമേ. ഞങ്ങളെ യാചനകളും പ്രാർത്ഥനകളും കേൾപ്പിക്കുക. സ്തോത്രം, മാനമഹത്വം കേൾക്കണമേ. വേഗം വരുന്ന ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മാത്രം നാമത്തിൽ തന്നെ ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും നിത്യാശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സഹവാസം കൂട്ടായ്മയും ഞങ്ങൾ പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളുടെ മേലും, ഇന്ന് ഗാനാലപിച്ച എല്ലാ കുഞ്ഞുങ്ങളുടെ മേലും, ഇന്ന് ഈ മീറ്റിംഗ് ലീഡ് ചെയ്ത ദാസന്മാരുടെ മേലും, സത്യസഭയുടെ മേലും, കുടുംബത്തിന് മേലും ഉണ്ടായിരിക്കുമാറാകണമേ. ആമേൻ. ആമേൻ.